لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد بسم الله الرحمن الرحيم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ഉംറ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിലെ ഒരു ഉംറക്ക് ഒരു ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ട്, അതും എൻ്റെ കൂടെ എന്ന ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം റമളാനിലെ ഉംറക്കുണ്ട് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ആ ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം ഉള്ള ഉംറ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖും ആഫിയത്തും നൽകുമാറാവട്ടെ. നിയ്യത്ത് ചെയ്ത ആളുകൾക്ക് ആ നിയ്യത്ത് പൂർത്തിയാക്കാനുള്ള കഴിവും ആരോഗ്യവും അള്ളാഹു നൽകുമാറാവട്ടെ. ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ 3 പള്ളികളാണ്. യാത്ര പോയാൽ ഏറ്റവും ശ്രേഷ്ഠമായ 1-ാമത്തെ പള്ളി മസ്ജിദുൽ ഹറാം. അവിടേക്കാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. ഈ ലോകത്ത് 2-ാം സ്ഥാനത്തെ പള്ളിയാണ് മസ്ജിദുൻ നബവി. അത് മക്കയിൽ നിന്ന് നിങ്ങൾ മദീനയിലേക്ക് പുറപ്പെടും. പിന്നെ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്. ഈ 3 പള്ളികളാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ 3 പള്ളികൾ. 3 ഹറമാണ് ലോകത്തുള്ളത്. 1-ാമത്തെ ഹറം മസ്ജിദുൽ ഹറാം, മക്കയിലെ പള്ളി. 2 മസ്ജിദുൻ നബവി, 3 ബൈത്തുൽ മുഖദ്ദസ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളിയിലേക്കാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജും ഉംറയും ഫറളാണ്. ആ ഉംറ എന്ന് പറയുന്ന ഫറളായ ഒരു അമലിന് വേണ്ടിയാണ് നിങ്ങൾ പുറപ്പെടുന്നത്. ഏതൊരു അമലും അതിൻ്റെ യഥാസ്ഥാനത്ത് സംഭവിക്കണമെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം അത് നിർവഹിക്കുന്നത്. എപ്പോഴും നമ്മൾ ചെയ്യാത്ത ഒരു അമലായതുകൊണ്ട് അത് നല്ല രീതിയിൽ നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഒരു പരിശീലനമാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത്. അമലുകളിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പേ ഏറ്റവും പ്രധാനം അതിൻ്റെ ഒരുക്കമാണ്. ഒരു ഉംറ അതിൻ്റെ യഥാസ്ഥാനത്ത് സംഭവിക്കണമെങ്കിൽ ചില ഒരുക്കങ്ങൾ നമ്മൾ അതിന് നടത്തേണ്ടതുണ്ട്. ഒന്നാമതായി നിർവഹിക്കേണ്ടത് ശാരീരിക, മാനസിക, സാമ്പത്തിക ഒരുക്കങ്ങളാണ്. ശാരീരികമായി നടന്ന് ശീലിക്കുക. കാരണം ഒരു ഉംറ ചെയ്യുമ്പോൾ തവാഫും സഅയും ഒരു 5-6 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പം നടന്ന് ശീലിക്കുക, ശാരീരികമായ ഒരുക്കം. 2 സാമ്പത്തികമായ ഒരുക്കം. അതിനുവേണ്ടി ചെലവഴിക്കുന്ന പൈസ പൂർണ്ണമായും ഹലാലായിരിക്കണം.
നമ്മൾ എത്രയാണോ ഉംറയ്ക്ക് ചെലവഴിക്കുന്ന സമ്പത്ത് എങ്കിൽ അത് പൂർണ്ണമായും ഹലാലായ പൈസയാവണം. ഹറാമായതൊന്നും അതിലില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനം, മാനസികമായ ഒരുക്കം. മാനസികമായ ഒരുക്കം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാനസികമായ ഒരുക്കത്തിൽ ഒന്നാമത്തത് മനസ്സിനെ ശുദ്ധിയാക്കുക എന്നുള്ളതാണ്. നിഷ്കളങ്കമായ ഒരു തൗബ ചെയ്ത് നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങണം. ഉംറയ്ക്ക് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് നിഷ്കളങ്കമായ ഒരു തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. തെറ്റിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക. ചെയ്തു പോയ തെറ്റിൻ്റെ മേൽ അള്ളാഹുവിനോട് നന്നായി ഖേദിച്ച് മടങ്ങുക. ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല എന്ന് ഉറപ്പിക്കുക. ആളുകളുമായി വല്ല ഹക്കിടപാടുകളും ഉണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടണം. അവധിയായതാണെങ്കിൽ കൊടുത്തു വീട്ടണം, അല്ലെങ്കിൽ അവധി നീട്ടി ചോദിക്കണം. ആരെയെങ്കിലും ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഫോൺ ചെയ്തോ നേരിൽ കണ്ടോ പൊരുത്തപ്പെടിയിക്കണം. അങ്ങനെ മാനസികമായ പൂർണ്ണമായ ഒരുക്കം നടത്തിയിട്ടായിരിക്കണം നിങ്ങൾ കഅബയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത്. കഅബയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ആ ഹൃദയം ശുദ്ധമായിരിക്കണം. ആളുകളോടുള്ള എല്ലാം ഹക്കിടപാടുകളും വീട്ടി പ്രയാസപ്പെടുത്തിയവരോടും എല്ലാവരോടും പൊരുത്തപ്പെടിച്ച് എല്ലാവരെയും തൃപ്തി വാങ്ങി. അങ്ങനെ നിങ്ങൾ കഅബയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോഴാണ് അള്ളാഹു നമ്മിലേക്ക് നോക്കുന്നത്. യാത്ര പുറപ്പെടുമ്പോൾ എല്ലാവരോടും യാത്ര ചോദിക്കൽ സുന്നത്തുണ്ട്. പോകുന്ന ആള് അങ്ങോട്ട് വിളിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടാണ് യാത്ര ചോദിക്കൽ സുന്നത്ത്. കഴിയുമെങ്കിൽ നേരിൽ കണ്ട് സലാം പറഞ്ഞ് യാത്ര ചോദിക്കലാണ് സുന്നത്ത്. അതിന് കഴിയില്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്തിട്ടെങ്കിലും നിങ്ങൾ എല്ലാവരോടും ഒന്ന് പറയുക. തൃപ്തി വാങ്ങാൻ തുടങ്ങേണ്ടത് ആദ്യം മാതാപിതാക്കളിൽ നിന്നാണ്. മാതാപിതാക്കളുടെ തൃപ്തിയാണ് ഒന്നാമതായി നമുക്കുണ്ടാവേണ്ടത്. ഉമ്മയുടെയും ഉപ്പയുടെയും തൃപ്തിയില്ലാത്ത ഒരാൾ ഹറമിലേക്ക് ചെന്നിട്ട് അത് വെറുതെയാണ്. അതുകൊണ്ടൊന്നും നേടാൻ കഴിയില്ല. ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പില്ല എങ്കിൽ അവരെ ഖബറിനരികിൽ ചെന്ന് ഖുർആനോദി അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്ത് അവർക്ക് വേണ്ടി മനമൊരുക്കിക്കൊണ്ട് ദുആ ചെയ്യുക. ഖബറിനരികിൽ ചെന്ന് ഖുർആനോദിയിട്ടും അവരെ പേരിൽ ഹദിയ ചെയ്തിട്ടും ഒക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. സ്ത്രീകൾ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ ഖുർആനോദി ഹദിയ ചെയ്യുക. അവരെ പേരിൽ എന്തെങ്കിലും ഒന്ന് സ്വതക്ക ചെയ്യുക. അവരാണ് നമ്മളെ നമ്മളാക്കിയത്. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മളെ എല്ലാം ആക്കിയത്. അവർ നമ്മുടെ എല്ലാമാണ്. പല മാതാപിതാക്കളും മരിച്ചു പോയത് കഅബയൊന്ന് കാണാനുള്ള സ്വപ്നം ബാക്കി വെച്ചുകൊണ്ടാണ്. അവരുടെ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തിയപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും ആ ഖബറിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. അതിലെ ഒരു സ്വപ്നങ്ങളായിരുന്നു കഅബയൊന്ന് കാണുക. പക്ഷേ പലപ്പോഴും ജീവിതത്തിൻ്റെ രണ്ട് അറ്റം മുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അവർ പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവേ, ഞങ്ങൾക്കൊന്നും കഴിയാത്ത സൗഭാഗ്യം ഞങ്ങളുടെ മക്കൾക്കെങ്കിലും നീ നൽകണേ എന്ന്. ആ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ മനമൊരുകിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെ നേരിൽ കണ്ട് അവരുടെ തൃപ്തി വാങ്ങുകയും അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യണം. മാതാപിതാക്കളുടെ തൃപ്തിയാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഭർത്താവിൻ്റെ തൃപ്തിയാണ് വാങ്ങേണ്ടത്. മാതാപിതാക്കൾ രണ്ടാം സ്ഥാനത്താണ്. മാതാപിതാക്കൾ രണ്ടാം സ്ഥാനത്തേക്ക് മാറുന്ന ഒരു നിയമം ലോകത്തുണ്ടെങ്കിൽ അതൊരു പെൺകുട്ടിയുടെ വിവാഹമാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഈ ലോകത്ത് ഒന്നാം സ്ഥാനത്തേക്ക് ഭർത്താവ് കടന്നു വരികയും മാതാപിതാക്കൾ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടുകയും ചെയ്യും.
അതുകൊണ്ട് ഭർത്താവിൻ്റെ തൃപ്തി ഏറെ പ്രധാനമാണ്. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ഉംറയ്ക്ക് പോകുന്നവരാണെങ്കിലും, അല്ല ഇനി ഭാര്യ ഭർത്താവിൻ്റെ സമ്മതത്തോടെ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിലും ഭർത്താവിൻ്റെ തൃപ്തി ഏറെ പ്രധാനമാണ്. രാത്രി ആരുമില്ല, ഒറ്റക്കാണ്. ആ സമയത്ത് ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയണം, എൻ്റെ ജീവിതത്തിൽ എനിക്കെൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടായത്, എനിക്കെല്ലാം ഉണ്ടായത് നിങ്ങളാണ്. ഞാൻ എൻ്റെ റബ്ബിൻ്റെ കഅബയിലേക്ക് പുറപ്പെടുകയാണ്. എൻ്റെ റബ്ബിൻ്റെ തൃപ്തി എനിക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ തൃപ്തി എനിക്കുണ്ടാവണം. ഒരു ഭാര്യ എന്ന നിലക്ക് എൻ്റെ എല്ലാ കടപ്പാടുകളും നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ തൊട്ട് തൃപ്തിപ്പെട്ടവളല്ലേ എന്ന് ചോദിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിൻ്റെ സമയം തൻ്റെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു യബ്ന അമ്മി എന്നാണ് വിളിക്കാറുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു. അലി റളിയല്ലാഹു അൻഹു അടുത്തിരുന്നപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു, പോരാ, ഒന്നുകൂടി അടുത്തിരിക്കണം, എന്നോട് ഒട്ടിയിരിക്കണം എന്ന് പറഞ്ഞു. ശരീരത്തോട് ചേർന്നിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് വഫാത്തിൻ്റെ സമയം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ കഴിവുകെട്ട ഒരു പെണ്ണായിരുന്നു. നിങ്ങൾ വിളിച്ചപ്പോൾ വരാൻ വൈകിയിട്ടുണ്ടാവാം. നിങ്ങളോടുള്ള എല്ലാ കടപ്പാടുകളും എനിക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങൾ എന്നെ തൊട്ട് തൃപ്തിപ്പെട്ടവരല്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നല്ല ഒരു വസ്ത്രം ധരിച്ച് ജീവിച്ചിട്ടില്ല, നല്ല ഒരു ഭക്ഷണം കഴിച്ച് ജീവിച്ചിട്ടില്ല. തോൽപാത്രത്തിൽ വെള്ളം ദൂരെ നിന്ന് കൊണ്ടുവന്ന് ചുമന്നു കൊണ്ടുവന്നായിരുന്നു കുട്ടികളെ പരിചരിച്ച്. വീട്ടിൽ ജോലി ചെയ്ത് കയ്യിലും ഒക്കെ മുറിവുണ്ടായിരുന്നു. സ്വർണത്തിൻ്റെ ഒരു വള ഇട്ടപ്പോഴേക്കും അള്ളാഹുവിൻ്റെ റസൂൽ കവാടം തുറന്നു കൊടുത്തപ്പോൾ തിരിച്ചുപോയി. തൻ്റെ മകളെ എല്ലാ സൗകര്യത്തോടു കൂടി മദീനയിൽ താമസിപ്പിക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട്, എന്ത് സഹായം ചെയ്യാനും ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വേണ്ട എന്ന് വെച്ചത് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഒരു മാതൃകയാകുവാൻ വേണ്ടിയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിവാഹ ദിവസം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മണിയറയിലേക്ക് പുറപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു, ആയിഷ ഉമ്മു സലമ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ പൊന്നുമോളെ ഒന്നണിയിച്ചൊരുക്കുമോ? ആയിഷ ബീവിയും ഉമ്മു സലമയും കൂടി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പുത്തനുടുപ്പുകൾ ധരിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ എല്ലാ പെൺകുട്ടികളും ചെറുപ്പത്തിലെ വിവാഹിതരായവരാണ്. സൈനബും റുഖിയയും ഉമ്മു കുൽസൂമും ചെറുപ്പത്തിലെ വിവാഹിതരായി. പക്ഷേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് 18 വയസ്സുള്ളപ്പോഴാണ്. എന്താണ് കാരണമെന്നറിയുമോ? റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ എപ്പോഴും ചാണിന് ചാണായി പിന്തുടർന്ന് സ്നേഹം പൊതിഞ്ഞുകൊടുത്ത ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. വഫാത്തായപ്പോൾ മറ്റു മക്കളെല്ലാവരും വിവാഹിതരായി പോയി. ആ വീട്ടിൽ ഉപ്പാന്റെ കൂടെയുള്ളത് പൊന്നുമോൾ മാത്രമാണ്. അതുകൊണ്ട് ഉപ്പയെ പരിചരിക്കാൻ ഉപ്പയുടെ കൂടെയുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹം 18 വയസ്സുള്ളപ്പോഴാണ്. വിവാഹ ദിവസം വന്നു, പുത്തനുടുപ്പുകൾ അണിയിച്ചൊരുക്കി മണിയറയിലേക്ക് നടന്നു പോകുമ്പോൾ ഫാത്തിമ ബീവി വിതുമ്പി വിതുമ്പി കരയുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, മോളെ നീ എന്തിനാണ് കരയുന്നതെന്ന്. ദരിദ്രനായ അലിയനെ ഭർത്താവായി കിട്ടിയത് കൊണ്ടാണോ?
മദീനയിൽ ഒരുപാട് സമ്പന്നരായ അൻസാറുകളുണ്ട്, ധീരരായ മുഹാജിറുകളുണ്ട്. ഫാത്തിമയുടെ തൂക്കത്തിനനുസരിച്ചുകൊണ്ട് സ്വർണ്ണ നാണയം തരാം, ഈത്തപ്പന തോട്ടങ്ങൾ മഹറായി തരാം, നബിയെ എനിക്ക് വിവാഹം ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് അൻസാറുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് സമ്പന്നരുണ്ടായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ അതൊന്നും ആഗ്രഹിച്ചില്ല. റസൂലത്തുള്ള തൻ്റെ മകൾക്കൊരു ഭർത്താവിനെ തേടുമ്പോൾ ആഗ്രഹിച്ചത് എന്താണെന്നറിയുമോ? വിജ്ഞാനത്തിന് മുൻതൂക്കം കൊടുക്കാനാണ്. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഇൽമുള്ള ആളായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അബൂ താലിബാണ് 8 വയസ്സ് മുതൽ 25 വയസ്സ് വരെ അള്ളാഹുവിന്റെ റസൂലിനെ നോക്കി വളർത്തിയുണ്ടാക്കിയത്. നിങ്ങൾ മക്കയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ഥലം കാണാം. അള്ളാഹുവിന്റെ റസൂലിന് ജന്മം നൽകുകയും അള്ളാഹുവിന്റെ റസൂൽ 25 വർഷം വരെ ജീവിക്കുകയും ചെയ്ത ഒരു വീട് കാണാം. ആ വീട് നിന്നിരുന്ന സ്ഥലം കാണാം. ആ വീട്ടിൽ നിന്ന് 25-ാമത്തെ വയസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട അബൂ താലിബിന്റെ വീട്ടിൽ നിന്നും 25 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ വിവാഹ ദിവസം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് പുറപ്പെട്ടത്. ആ കുട്ടി ആരാണെന്നറിയുമോ? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ ലാ ഫതൻ ഇല്ലാ അലിയുൻ വലാ സൈഫുൻ ഇല്ലാ ദുൽഫുഖാർ. ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണ്, അതിലേക്കൊരു കവാടമുണ്ടെങ്കിൽ അത് അലിയാണെന്ന് പഠിപ്പിച്ച സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിവ് അള്ളാഹുവിന്റെ റസൂൽ ചൊരിഞ്ഞുകൊടുത്ത ഒരു സഹാബി. ഒരു കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് പുതുമാരനായി നടന്നെടുക്കുന്നത്. കയറി ചെല്ലുന്നത് ഖദീജയുടെ കൊട്ടാര സമാനമായ വീട്ടിലേക്കാണ്. ആ വീട്ടിലേക്ക് പുതുമാരൻ കയറി ചെല്ലുമ്പോൾ കയ്യിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ ഉമ്മരപ്പടിയിൽ ഒരു കൊച്ചുകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ഖദീജയുടെ. അതായിരുന്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. 2 കൈയിലും 2 കുട്ടികളുണ്ടായിരുന്നു. ഒന്നാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു, ഒന്നാണ് അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തൻ്റെ മടിത്തട്ടിലൂടെ വിജ്ഞാനം പകർന്നു കൊടുത്ത ഒരു കുട്ടിയാണ് അലി റളിയല്ലാഹു അൻഹു. ദരിദ്രനാണ്. ഒട്ടകത്തിന് പുല്ലരിഞ്ഞുകൊണ്ട് കിട്ടുന്ന നാണയത്തൊട്ടുകൊണ്ടാണ് ഉപജീവനം കഴിക്കുന്നത്. സ്വന്തമായി വീടും നല്ല ഒരു ജോലിയും ഇല്ലാത്ത വ്യക്തിയാണ്. എന്നിട്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹം എന്തായിരുന്നു? തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് അലിയനാവണം. എന്തേ കാരണം? അലി ഒരു പണ്ഡിതനാണ്, ദീനീ ബോധമുള്ളവനാണ്. സാന്ദർഭികം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പൊന്നു സഹോദര സഹോദരി, നിന്റെ പൊന്നു മോൾക്ക് നീ ഒരു പുതിയാപ്പിളയെ അന്വേഷിക്കുമ്പോൾ ആദ്യമായി ചിന്തിക്കേണ്ടത് ദീനീ ബോധമുള്ളവനാണോ, ദീനീയായ അറിവുള്ളവനാണോ എന്നാണ്. ഭൗതികമായ വിദ്യാഭ്യാസം ഉണ്ടാവാം, പക്ഷേ ഒരു കാര്യം തിരിച്ചറിയണം, എഞ്ചിനീയറിംഗ് കൊണ്ടോ MBBS കൊണ്ടോ ഒരിക്കലും മനുഷ്യത്വം ഉണ്ടാവുകയില്ല. മനുഷ്യത്വം ലഭിക്കണമെങ്കിൽ ദീനീ ബോധമുണ്ടാവണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്ത് നാൾ വരെ നിലക്കാതെ ഒഴുകേണ്ട അഹ്ലു ബൈത്താകുന്ന നദിയുടെ ഉറവിടം അത് അലിയുടെ മുതുകിലൂടെ ആവണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചത്. പുതുനാരിയായി അണിയിച്ചൊരുങ്ങി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ വിതുമ്പി വിതുമ്പി കരയുന്ന പൊന്നുമോളെ അള്ളാഹിന്റെ റസൂൽ ചേർത്ത് പിടിച്ചു. ഈ ലോകത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമേ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളൂ, ഫാത്തിമ എൻ്റെ കരളിന്റെ കഷ്ണമാണെന്ന്. ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, മോളെ നീ കരയുന്നത് ദരിദ്രനായ അലിയെ ഭർത്താവായി കിട്ടിയത് കൊണ്ടാണോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല. ഞാൻ കരയാനുള്ള കാരണം എൻ്റെ ഇത്തമാരെല്ലാം മണിയറയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ടാണ് പോയത്.
ഉമ്മയുടെ അരികെ പറ്റിക്കൊണ്ടാണ് അവർ നടന്നു പോയത്. അതിനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ്. കാരണം ഖദീജ ബീവി മരിച്ചു പോയിരുന്നു. ഏതൊരു പെൺകുട്ടിയുടെയും ആഗ്രഹമാണ് മണിയറയിലേക്ക് നടന്നെടുക്കുമ്പോൾ, പുതുനാരിയായി അണിഞ്ഞൊരുങ്ങുമ്പോൾ തൻ്റെ ഉമ്മയെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ളത്. ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പുറപ്പെടുക, ഉമ്മയുടെ ആശീർവാദം ഏറ്റുകൊണ്ട് പുറപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ ഇത് കാണാൻ. കാരണം വഫാത്തിന്റെ സമയം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ പുറത്തു പോയതായിരുന്നു. അടുത്തിരിക്കുന്നത് ഫാത്തിമ ബീവി മാത്രമാണ്. ഫാത്തിമയുടെ കൈകൾ ഖദീജ ബീവി ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ 65 വയസ്സാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക്. ഞാൻ ലോകത്തോട് വിട പറയുകയാണ്. ഉപ്പയെ കണ്ടുകൊണ്ട് കൊതി തീർന്നിട്ടില്ല. നിന്റെ വിവാഹം കാണാൻ ഉമ്മാക്ക് മോഹമുണ്ട്. നിന്നെയും ഒന്ന് മണവാട്ടിയായി അണിയിച്ചൊരുക്കാനും നിന്നെയും ഒരു മണവാളൻ അരികിലേക്ക് പറഞ്ഞേക്കാനും ഈ ഉമ്മാക്ക് മോഹമുണ്ടായിരുന്നു മോളെ, സാധിച്ചില്ലല്ലോ. നിന്റെ ഉപ്പയെ ഞാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിച്ചിട്ടുണ്ട്. ഇനിയും നിന്റെ ഉപ്പയുടെ കൂടെ കുറച്ച് കാലം കൂടി എനിക്ക് സഹായിക്കാൻ കൂടെയുണ്ടാവാൻ ഉമ്മാക്ക് മോഹമുണ്ടായിരുന്നു, സാധിച്ചില്ലല്ലോ ഫാത്തിമ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിൻ്റെ റസൂൽ കടന്നു വരുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ ആ ഓർമ്മയുണ്ടായിരുന്നു, ഉമ്മയുടെ അവസാനത്തെ വാക്കുകൾ. ഇപ്പോൾ ഇതാ മണവാട്ടിയായി പുറപ്പെടുകയാണ്. വിതുമ്പിക്കരയുമ്പോൾ ഉമ്മയില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ വിളിക്കുകയാണ് ഉമ്മു ഐമനിനെ. ഉമ്മു ഐമനിനെ അല്ലാഹുവിൻ്റെ റസൂൽ വിളിക്കാൻ ഒരു കാരണമുണ്ട്. മദീനയിൽ നിന്ന് ഉപ്പാന്റെ ഖബറടം സന്ദർശിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ അബവാഇന്റെ മണൽക്കാട്ടിൽ വെച്ചുകൊണ്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹ മരിച്ചു വീണപ്പോൾ 6 വയസ്സായ കുട്ടിയുടെ ഇളം കൈ പിടിച്ചുകൊണ്ട് ഉമ്മു ഐമനിനെയാണ് ഏൽപ്പിച്ചത്. എന്നിട്ട് ഉമ്മു ഐമനിനോട് പറഞ്ഞു, ഉമ്മു ഐമൻ, ഞാൻ മരിക്കുകയാണ്. ഉപ്പയെ കാണാൻ എൻ്റെ പൊന്നുമോന് സാധിച്ചിട്ടില്ല. ഉപ്പ എന്നൊന്ന് വിളിക്കാനോ ഉപ്പാന്റെ പൂമുഖം ഒന്ന് കാണാനോ എൻ്റെ കുഞ്ഞിന് സാധിച്ചിട്ടില്ല. 6 വയസ്സായപ്പോൾ ഉമ്മ എന്ന് വിളിക്കാനുള്ള അവസരം അവസാനിപ്പിച്ചുകൊണ്ട് മരുഭൂമിയിൽ എൻ്റെ കുട്ടിയെ പൂർണ്ണനായും അനാഥനാക്കി ഞാൻ ഇവിടെ ചൊല്ലുകയാണ് ഉമ്മു ഐമൻ. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, എൻ്റെ കുട്ടിയെ നീ ഉമ്മയുടെ വാത്സല്യം നൽകി, ഒരു ഉമ്മാന്റെ സ്നേഹം നൽകി, നീ എന്നും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെയുണ്ടാവണേ എന്ന് പറഞ്ഞ് ഉമ്മു ഐമനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ്. അത് പൂർണ്ണമായും ഉമ്മു ഐമൻ അംഗീകരിച്ചിരുന്നു. സ്വന്തം ഒരു മകനെ പോലെ വളർത്തിയുണ്ടാക്കി. അതുകൊണ്ടാണ് ഉമ്മയില്ലാത്ത വിഷമം കൊണ്ട് കരയുന്ന പുത്തനുടുപ്പുകൾ ധരിച്ച പുതുനാരിയായ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വിളിക്കൂ ഉമ്മു ഐമനിനെ എന്ന്. ഉമ്മു ഐമനിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഉമ്മു ഐമനിനെ വിളിച്ചു കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ മകളോട് പറഞ്ഞു, മോളെ ഉമ്മു ഐമന്റെ കൈ പിടിക്കൂ എന്ന്. നിന്റെ ഉപ്പയുടെ വളർത്തുമ്മയാണിത്. അതുകൊണ്ട് ഉപ്പാന്റെ വളർത്തുമ്മയായ ഉമ്മു ഐമനിന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നെടുക്കൂ മോളെ എന്ന് പറഞ്ഞു. നടക്കാൻ പുറപ്പെടുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ മകളോട് ഒരൊറ്റ വസിയ്യത്ത് മാത്രമേ അല്ലാഹുവിൻ്റെ റസൂൽ നൽകിയതുള്ളൂ. ഉംറയ്ക്ക് പുറപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോട് ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ കൊത്തിവെക്കാനാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. മണവാളനരികിലേക്ക് ഉമ്മു ഐമന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നെടുക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, ഈ ഉപ്പാക്ക് ഒന്ന് മാത്രമേ നിന്നോട് പറയാനുള്ളൂ, നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കണം കേട്ടോ. എന്തിനു വേണ്ടിയാണ് ജിബ്രീലിന്റെ ചിറകടിയേറ്റുകൊണ്ട് വളർന്ന നുബുവത്തിന്റെ മടിത്തട്ടിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടിയോട് അല്ലാഹുവിൻ്റെ റസൂൽ എന്തിനു വേണ്ടിയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്? ഫാത്തിമ ചിന്തിക്കാൻ പാടില്ല, ഞാൻ റസൂലുള്ളാഹിന്റെ മകളാണ്, ഞാൻ അല്ലാഹുവിൻ്റെ ഹബീബിന്റെ മകളല്ലേ.
ഭർത്താവിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഒരിക്കലും അത് ചിന്തിക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ മുമ്പിലെത്തുമ്പോൾ പെൺകുട്ടി എത്ര ഉന്നതിയുള്ളവളാണെങ്കിലും, ഭാര്യ എത്ര വിദ്യാഭ്യാസമുള്ളവളാണെങ്കിലും, എത്ര വലിയ പണ്ഡിതന്റെ മകളാണെങ്കിലും, എത്ര വലിയ സ്ഥാനമുള്ളവളാണെങ്കിലും, ഭർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും വിനീതയായ ഒരു ഭാര്യയാവണമെന്ന് ഓർമ്മപ്പെടുത്താനാണ് അല്ലാഹുവിൻ്റെ റസൂൽ ഈ വസിയ്യത്ത് നൽകിയത്. അതുകൊണ്ട് പൊന്നു സഹോദരി, ഉംറയ്ക്ക് പുറപ്പെടുമ്പോൾ ആദ്യമായി നീ തൃപ്തി വാങ്ങേണ്ടത് ആരാണെന്നറിയുമോ? നിന്റെ സ്വർഗം നിലകൊള്ളുന്നതും നിന്റെ എല്ലാ അമലുകളുടെയും സ്വീകാര്യത നിലകൊള്ളുന്നതും ഭർത്താവിൻ്റെ തൃപ്തിയിലാണ്. അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന്, ആരുമില്ല രാത്രി, ആ സമയത്ത് ഭർത്താവിനോട് പറയണം, ഞാൻ എൻ്റെ റബ്ബിൻ്റെ കഅബയിലേക്ക് പുറപ്പെടുകയാണ്. ഒരുമിച്ചാണെങ്കിലും ഒറ്റക്കാണെങ്കിലും. ഞാൻ കഴിവുകെട്ട ഒരു പെണ്ണായിരുന്നു, വിളിച്ചപ്പോൾ വരാൻ വൈകിയിട്ടുണ്ടാവാം, സംസാരിച്ചപ്പോൾ എൻ്റെ ശബ്ദം ഉയർന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ എന്നെ തൊട്ട് പൂർണ്ണമായും തൃപ്തിപ്പെട്ടവരല്ലേ എന്ന് ചോദിക്കും. ഭർത്താവിൻ്റെ തൃപ്തി കിട്ടിയാൽ അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാൻ ഏറ്റവും എളുപ്പമാണ്. സഹോദരന്മാരോടും പറയാനുള്ളത് തിരിച്ചും അതുണ്ടായിരിക്കണം എന്നാണ്. തിരിച്ചും നിങ്ങൾ ഭാര്യയോടും നിങ്ങൾ പറഞ്ഞ് അവരുടെ ഈ തൃപ്തി നിങ്ങളും വാങ്ങണം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എല്ലാ കടമകളും വിദാഇൻ്റെ, നിങ്ങൾ അറഫാത്തിലെത്തുമ്പോൾ അറഫാത്തിൻ്റെ ഒരു മലമുകളുണ്ട്, ഓർമ്മയുടെ അറഫാത്തിൽ ഒരു ഓർമ്മയുടെ മലയുണ്ട്, ജബലുർ റഹ്മ. തൻ്റെ വിദാഇൻ്റെ പ്രസംഗം ചെയ്യാൻ തൻ്റെ 1.25 ലക്ഷം സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദീർഘമായ പ്രസംഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൻ്റെ പ്രതിധ്വനി അറഫയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ആ അറഫാത്തിലെ മലമുകളിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും ഓർമ്മപ്പെടുത്തി, പുരുഷ വിഭാഗമേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്വീകരിച്ചത് അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ്. അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾ സ്വീകരിച്ച നിങ്ങളുടെ ഭാര്യമാർ, അവരോട് നിങ്ങൾ വിട്ടുവീഴ്ചയോടെ പെരുമാറണേ. തൻ്റെ വിദാഇൻ്റെ പ്രസംഗത്തിൽ പോലും അല്ലാഹുവിൻ്റെ റസൂൽ ഓരോ ഭർത്താവിനോടും ഓർമ്മപ്പെടുത്തി, അല്ലാഹുവിനെ സാക്ഷി നിർത്തിയാണ് എൻ്റെ ഭാര്യയെ നീ സ്വീകരിച്ചത്. അതുകൊണ്ട് നീ വിട്ടുവീഴ്ചയോടെ സ്നേഹത്തോടെ അവരോട് പെരുമാറണേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ പോകുന്നത് ഉംറക്കാണ്, അഥവാ സ്വർഗം നേടാൻ അല്ലാഹു നിങ്ങൾക്ക് ഒരവസരം തന്നിരിക്കുന്നു. നിങ്ങളെ അല്ലാഹു കത്തയച്ച് സ്വർഗം തരാൻ വേണ്ടി നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. അതുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ശുദ്ധരായിരിക്കണം, പുറപ്പെടുമ്പോൾ പൂർണ്ണമായും ശുദ്ധരായിരിക്കണം. ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, വീട്ടിൽ ഉണ്ടായിരുന്ന എല്ലാം. എൻ്റെ സഹോദരിയോട് ഓർമ്മപ്പെടുത്തുന്നു, വിവാഹം കഴിഞ്ഞ് നീ ആ വീട്ടിലേക്ക് പുതുനാരിയായി ചെന്നപ്പോൾ അവിടെ 2 ആളുകളെ കണ്ടിരുന്നില്ലേ? ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും. അവരാരാണെന്നറിയോ? ഒരു ചെറുപ്പക്കാരനെ പ്രസവിച്ചു, പട്ടിണി കിടന്ന് വളർത്തിയുണ്ടാക്കി, പമ്പേഴ്സ് ഇല്ലാത്ത ഒരു കാലഘട്ടം, ആവശ്യത്തിന് വെള്ളമില്ലാത്ത ഒരു കാലഘട്ടം. ആവശ്യത്തിന് വെള്ളമില്ല, കരണ്ടില്ല, സൗകര്യങ്ങളില്ല, പോകട്ടെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്റെ ഭർത്താവിനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയെടുത്തു. ആ ഉമ്മയുടെ മുഖം ചുളിഞ്ഞു പോയത് നിന്റെ ഭർത്താവിന് മുല കൊടുത്തത് കൊണ്ടാണ്. ഉപ്പയുടെ പൊടിയെല്ലാം നിറച്ചു പോയത് ആ ഭർത്താവിനെ പോറ്റാൻ വേണ്ടി വെയിൽ കൊണ്ടത് കൊണ്ടാണ്. അങ്ങനെ നിനക്കൊരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ പ്രസവിച്ച് വളർത്തി മുലയൂട്ടി വലുതാക്കി എല്ലാ കഷ്ടപ്പാടും സഹിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ വളർത്തി നിനക്ക് സമ്മാനിച്ച ഉമ്മയും ഉപ്പയുമാണ്. അവർ നിന്റെ സ്വർഗമാണ്, നിന്റെ ഭർത്താവിൻ്റെ സ്വർഗമാണ് അവർ 2 പേരും.
ആ രണ്ടുപേരെ കാണുമ്പോൾ ഓർമ്മിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ രണ്ട് സ്വർഗമാണ് ഈ നിൽക്കുന്നത്. എൻ്റെ ഭർത്താവിന് സ്വർഗം വാങ്ങിച്ചു കൊടുക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അവർ നിന്റെ മാതാപിതാക്കളാണ്. ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും നിന്റെ വിവാഹ ബന്ധത്തിലൂടെയുള്ള മാതാപിതാക്കളാണ്. ആ ഉപ്പ ഭർത്താവിന് നിന തൊട്ടാൽ ഒതുമുറിയും. പക്ഷെ ആ ഭർത്താവിൻ്റെ ഉപ്പാക്ക് നീ മകളാണ്, നിക്കാഹോടുകൂടി അത് മകളായിരിക്കുന്നു, ഇനി തൊട്ടാ ഒതുമുറിയില്ല. മകളായി ഇസ്ലാം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് അവരുടെ തൃപ്തിയേറെ പ്രധാനമാണ്. അതുപോലെ തിരിച്ചും പുരുഷന്മാർ ചിന്തിക്കേണ്ടത്, അവർക്ക് മാതാപിതാക്കൾ വിവാഹ ബന്ധത്തിലൂടെയുള്ള മാതാപിതാക്കളാണ് ഭാര്യയുടെ ഉമ്മയും ഉപ്പയും. നിങ്ങളുടെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും ആരാന്നറിയോ? നമ്മുടെ ഭാര്യയെ പ്രസവിച്ച് വളർത്തി വലുതാക്കി നമുക്ക് വിവാഹം കഴിച്ചു തന്ന നമ്മുടെ ഭാര്യയുടെ ഉമ്മയും ഉപ്പിയാണ്. ആ ഭാര്യൻ്റെ ഉപ്പയോട് ചോദിക്കൂ, എന്തിനാണ് ജീവിച്ചത് എന്ന്. ആ ഉപ്പ പറയും, എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. എന്തിനു വേണ്ടിയാണ് ഗൾഫിൽ ജീവിച്ചത്? മകളെ കെട്ടിക്കാനാണ്. പിന്നെ എന്തിനാണ് ജീവിച്ചത്? എൻ്റെ കുട്ടികൾക്കൊരു വീടുണ്ടാക്കാനാണ്. ഒരു പുരുഷായുസ് മുഴുവൻ എന്തിനു വേണ്ടി ജീവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്ന് മക്കളെ പഠിപ്പിക്കാനും മക്കളെ കെട്ടിക്കാനും പിന്നെ മക്കൾക്ക് താമസിക്കാൻ ഒരു വീടുണ്ടാക്കാനും. അങ്ങനെ ആ ജീവിതം അവസാനിപ്പിച്ച് ആ ഉപ്പലോകത്തോട് ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് ഭാര്യയുടെ ഉമ്മയും ഉപ്പയും വിവാഹബന്ധത്തിലൂടെ നിങ്ങളുടെ ഉപ്പയും ഉമ്മയുമാണ്. അവരുടെ തൃപ്തി നിങ്ങൾ കഅബയിലേക്ക് പോകുമ്പോൾ ഏറെ പ്രധാനമാണ്. രണ്ട് ബന്ധവും കാത്തു സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. നസബം വസിഹറ. അതുകൊണ്ട് ആ രണ്ട് ബന്ധത്തിലൂടെയുള്ള മാതാപിതാക്കളെയും തൃപ്തി വാങ്ങണം. കൂട്ടത്തിൽ നമ്മൾ ജീവിതത്തിൽ ഇടപെട്ട എല്ലാവരോടും ഉമ്മ വീട്ടിലുള്ള എല്ലാവരെയും, മരുമകളെയും മക്കളെയും കുട്ടികളെയും ഒക്കെ വിളിച്ച്, ഉപ്പ എല്ലാവരെയും വിളിച്ചിട്ട് പറയണം, ഞങ്ങൾ ഉംറക്ക് പോവുകയാണ്, ഞാൻ ഉംറക്ക് പോവുകയാണ്. ഉമ്മ ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടാവും. കാരണം അത് ഉമ്മയുടെ പ്രായം നിങ്ങൾക്കറിയില്ല. ഉമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അതൊക്കെ പൊരുത്തപ്പെടണം. ഉമ്മ അള്ളാഹുവിൻ്റെ കഅബയിലേക്ക് പുറപ്പെടുക. ഉമ്മാക്ക് നിങ്ങൾക്കൊക്കെ ഉമ്മയോട് തൃപ്തിയല്ലേ എന്ന് ചോദിക്കണം. റമദാനാണ്. റമദാനിൽ 3 ഭാഗമാക്കി തിരിച്ചത്. ആദ്യത്തെ 10 ദിവസം കരുണയുള്ളവരായി തീരണം. നിങ്ങൾ ആർദ്രതയുള്ള മനസ്സിൻ്റെ ഉടമകളാവണം. നടുവിലെ 10 മഗ്ഫിറത്ത്, എല്ലാവർക്കും നിങ്ങൾ പുറത്തു കൊടുക്കുന്നവരായി തീരണം. അവസാനത്തെ 10 ഇത്തുഖം മിനന്നാർ, ഒരു ആളുടെ വിഷമത്തിൽ നിന്നെങ്കിലും നിങ്ങൾ ഒരാളെ കരകയറ്റണം. അതിനുള്ളതാണ് റമദാൻ. അതുകൊണ്ട് വീട്ടിൽ നിങ്ങളെല്ലാവരെയും വിളിച്ച് അള്ളാഹു ഇത് നിങ്ങളൊരു ഉംറക്ക് പോകും ഹജ്ജിന് പോകും ചെയ്യുമ്പോഴേ എങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊന്നുമില്ലാതെ വെറുതെ വിളിച്ചിങ്ങനെ പറയാൻ നമുക്കൊരു പ്രയാസമാണ്. അപ്പം അത് അള്ളാഹു തന്ന ഒരു അവസരം. മോനോട് മകളോട് എല്ലാവരോടും പറയണം, മോനെ ഉപ്പ ഉംറക്ക് പോകാം. മാത്രമല്ല വസിയ്യത്തും നൽകണം. മാതാപിതാക്കൾ ഒരു യാത്ര പുറപ്പെടുമ്പോൾ മക്കളോട് വസിയ്യത്ത് ചെയ്യാം. അഥവാ തിരിച്ചെത്തിയില്ല, ഹറമിൽ വെച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ യാത്ര പോയാൽ മരിക്കുന്നത് വരെ ആ കാതിൽ ആ വസിയ്യത്തുകൾ ഓർമ്മയുണ്ടാവണം. എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ ഉംറക്ക് പുറപ്പെടുമ്പോൾ, ഹറമിലേക്ക് പുറപ്പെടുമ്പോൾ എന്നോട് വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. ആ വസിയ്യത്ത് ഞാൻ എക്കാലത്തും കാത്തു സൂക്ഷിക്കും. വസിയ്യത്തിൽ ഏറ്റവും പ്രധാനം അള്ളാഹുവിനെ സൂക്ഷിക്കൽ. വസിയ്യത്തിൽ ആദ്യം ആരോടും ചെയ്യേണ്ട വസിയ്യത്ത് ഉസീക്കും ബിത്തഖ്വല്ലാഹ്, അള്ളാഹനെ സൂക്ഷിക്കണം, പടച്ചോനെ പേടിച്ച് ജീവിക്കണം. അപ്പം അതുകൊണ്ട് അമലുകൾ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ കൂടെ പരിചയസമ്പന്നനായ ഒരു ഉസ്താദ് ഉണ്ടാവും. അമലുകൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരുക്കം പ്രധാനമാണ്. ഉംറക്ക് പുറപ്പെടുന്ന എൻ്റെ പൊന്നു സഹോദരീ സഹോദരന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഒരുക്കം നന്നാക്കണം. അതിലേറ്റവും പ്രധാനം മാനസിക ഒരുക്കമാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ വിമാനം ആകാശത്തിലേക്ക് പറന്നുയരും.
പറന്നുയരുമ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ഉയരണം. പൂർണ്ണമായും അത് അള്ളാഹുവിലേക്കുള്ള ഉയർച്ചയാവണം. അതിന് നിങ്ങൾ അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലമായ മനസ്സിനെ ക്ലിയറാക്കണം. ഈ ദുന്യാവിൽ ഒരു പടപ്പുകളോടും നിങ്ങൾക്ക് വെറുപ്പില്ല, ആരോടും ഒരു പകയുമില്ല, ആരോടും ഒരു വിദ്വേഷവുമില്ല. അങ്ങനെ നിങ്ങൾ യാത്ര ആരംഭിക്കണം, പുറപ്പെടണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ഉംറ നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാന്, ആഫിയത്ത് നൽകണേ റഹ്മാന്. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ തൗബ ഇന്ന് രാത്രി തന്നെ ഒരു തൗബ ചെയ്യണം. ഒറ്റയ്ക്കിരുന്നിട്ട്, ആരുമില്ല, ഒറ്റയ്ക്കിരിക്കുക. ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ നിങ്ങളെ റബ്ബുമായി ഒരു സ്വകാര്യം പറയണം. ആ സ്വകാര്യമാണ് അള്ളാഹുവുമായുള്ള ആ ഒരു സ്വകാര്യം പറച്ചിലിൽ നിങ്ങൾ തൗബ ചെയ്യണം. അതാണ് ഒരുക്കത്തിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നിങ്ങളും നിങ്ങളെ റബ്ബും മാത്രം, വേറെ ആരുമില്ല. അങ്ങനെ അള്ളാഹുവുമായി ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ പൂർണ്ണമായും തൗബ ചെയ്ത് ഹൃദയം ശുദ്ധിയാക്കി ബാക്കി കാര്യങ്ങൾ തുടങ്ങാം. അപ്പം ഒരുക്കങ്ങളിൽ പ്രധാനം നിഷ്കളങ്കമായ തൗബയാണ്. പിന്നെ മാതാപിതാക്കളുടെ തൃപ്തി, ജീവിതത്തിൽ ഇടപെട്ട എല്ലാവരുടെയും തൃപ്തി, എല്ലാവരുടെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബങ്ങൾ, അയൽവാസികൾ, എല്ലാവരുടെ തൃപ്തിയും വാങ്ങാൻ ഈ അവസരം ഉപയോഗിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുക്കത്തിൽ അതാണ് ഒന്നാമത്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഇനി ചെയ്യാനുള്ളത്. അങ്ങനെ എല്ലാവരും തൃപ്തിയും വാങ്ങി എല്ലാ ഒരുക്കങ്ങളും നടത്തി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, എന്നാണോ പുറപ്പെടുന്നത്, യാത്ര ആരംഭിക്കുന്നത്, അന്ന് മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഉംറക്കാകെ 4 കാര്യമാണ് ഫറളായിട്ടുള്ളത്, നിർബന്ധമായിട്ടുള്ളത്. 1, നിയ്യത്ത് ചെയ്യണം, അതിന് ഇഹ്റാം എന്ന് പറയും. 2, കഅബനെ 7 പ്രാവശ്യം ചുറ്റണം, അതിന് തവാഫ് എന്നാണ് പറയുന്നത്. 3-മത്തത് 2 കുന്നുകൾക്കിടയിലുള്ള നടത്തം, അതിന് സഅയ് എന്ന് പറയും. 4-മത്തത് മുടി മുറിക്കുക. ഇങ്ങനെ 4 ഫറളാണ് ഉംറക്കുള്ളത്. എത്ര ഫറളാണ്? ഒന്ന് പറഞ്ഞ, 1 നിയ്യത്ത്, 2 തവാഫ്, 3 സഅയ്, 4 മുടി മുറിക്കുക. അത്രയുള്ളൂ. ഈ 4 കാര്യം ഫറളാണ്. ഈ 4 കാര്യം ചെയ്താൽ ഉംറ സഹിയാണ്. അപ്പം ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഉംറ കഴിയുന്നത് വരെയുള്ള കാര്യങ്ങൾ ലളിതമായിട്ട് ഞാൻ പറയാം. നിങ്ങൾ ആദ്യം തന്നെ പോകുന്ന ഉംറക്ക് പുറപ്പെടുമ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യേണ്ടത്, നിങ്ങളുടെ നഖം മുറിക്കുക, നീക്കം ചെയ്യപ്പെടേണ്ട രോമങ്ങളൊക്കെ നീക്കം ചെയ്യുക. കക്ഷരോമം, ഗുഹ്യരോമം, ഇതൊക്കെ നീക്കം ചെയ്യുക, നഖം മുറിക്കുക. പിന്നെ നിങ്ങൾ പുറപ്പെടുന്നതിൻ്റെ അല്പം മുമ്പായിട്ട് നന്നായി ഒന്ന് കുളിക്കുക. വീട്ടിൽ വെച്ച് ചെയ്യേണ്ടത് മുടി നീക്കം ചെയ്യുക, പിന്നെ ഒന്ന് പറഞ്ഞ് നഖം മുറിക്കുക, പിന്നെന്താണ്, കുളിക്കുക. കുളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ നിയ്യത്ത് ചെയ്യണം, ഇഹ്റാമിന് വേണ്ടി ഞാൻ കുളിക്കുന്നു. എന്താണ്, എന്തിനു വേണ്ടിയാ കുളിക്കുന്നത്? അപ്പൊ ഇഹ്റാമിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടു കൂടെ കുളിക്കുക. ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, ഇന്ന് ഞാനാണ് എന്നെ കുളിപ്പിക്കുന്നത്, ഒരു ദിവസം എനിക്ക് വരാനുണ്ട്, മറ്റൊരാളാണ് എന്നെ കുളിപ്പിക്കുക, ഇന്ന് ഞാനാണ് എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസുകൾ അഴിച്ചു മാറ്റിയത്, ഒരു ദിവസം എനിക്ക് വരാനുണ്ട്, അന്ന് ഞാനിട്ട കുപ്പായം മറ്റൊരാൾ അഴിച്ചു മാറ്റും, ഇന്ന് ഞാനാണല്ലോ എന്നെ കുളിപ്പിക്കുന്നത്, മറ്റൊരാൾ എന്നെ കുളിപ്പിക്കുന്ന ഒരു ദിവസം എനിക്ക് വരാനുണ്ടല്ലോ, ആ ദിവസത്തെ ഓർത്തുകൊണ്ടാണ് നിങ്ങൾ കുളിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ അവസാനമായി ലോകത്തോട് പറഞ്ഞതും അത് തന്നെയാണ്. ബാബു ജിബ്രീൽ വലിച്ചടച്ചുകൊണ്ട് വിശുദ്ധമായ ഇഖ്റഇന്റെ വചനം കൊണ്ട് ആരംഭിച്ചതാണ്. പരിശുദ്ധമായ ഹിറാ ഗുഹയിൽ
ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ച് പറന്നെത്തി. ഇഖ്റ കൊണ്ട് തുടക്കം കുറിച്ച ഖുർആൻ അവസാനിപ്പിക്കുന്നു. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വത്തഖൂ നിങ്ങൾ സൂക്ഷിക്കണം, യൗമൻ ഒരു ദിവസം, തുർജഊന ഫീഹി ഇലല്ലാഹ് അത് അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസമാണ്. നിങ്ങളുടെ കുട്ടികളെ അനാഥരാക്കി, കച്ചവട കേന്ദ്രങ്ങളെ നാഥനില്ലാതെയാക്കി, നിങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കി അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നാണ് വിശുദ്ധ ഖുർആൻ ലോകത്തോട് അവസാനമായി പറഞ്ഞത്. അതുകൊണ്ട് ആ ഓർമ്മയിൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കുളിപ്പിക്കുക. നല്ല വാസനയുള്ള സുഗന്ധമുള്ള സോപ്പൊക്കെ തേച്ച് നേരെ കുളിക്കുക. കുളി കഴിഞ്ഞിട്ട് നിങ്ങൾ ശരീരത്തിൽ സുഗന്ധം പുരട്ടുക. നീക്കം ചെയ്യേണ്ട മുടികളെല്ലാം നീക്കം ചെയ്തു, നഖം മുറിച്ചു, ശേഷം കുളിച്ചു. കുളി കഴിഞ്ഞിട്ട് ശരീരത്തിൽ എന്ത് പുരട്ടി? സുഗന്ധം പുരട്ടി. ശരീരത്തിലാണ് പുരട്ടേണ്ടത്, വസ്ത്രത്തിലല്ല. ഈ സുഗന്ധം പുരട്ടൽ സ്ത്രീകൾക്കും സുന്നത്താണ്. എന്നിട്ട് വീട്ടിൽ വെച്ച് സ്ത്രീകൾ ഇഹ്റാമിന്റെ ഡ്രസ്സ് തന്നെ മാറ്റുക, അവരെ പർദ്ദയും മഫ്തയൊക്കെ ധരിക്കുക. ആണുങ്ങൾ ഒരു സാധാ ഡ്രസ്സ് വീട്ടിൽ നിന്ന് ധരിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ പുറപ്പെടാൻ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾ നേരെ ഒരു റൂമിലേക്ക് മാറിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഭർത്താവും ഭാര്യയും ഒന്നിച്ചു പോകുകയാണെങ്കിലും ഒറ്റക്കൊറ്റക്കാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഒരു റൂമിലേക്ക് മാറി നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. നിയ്യത്ത് ചെയ്യേണ്ടത് യാത്രക്ക് വേണ്ടിയുള്ള 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു ഒന്ന് പറഞ്ഞേ. കുളിച്ചത് എന്തിനു വേണ്ടിയാണ്? ഉറക്കനെ പറയും. നിസ്കരിക്കണം എന്തിനു വേണ്ടിയാ? യാത്രക്ക് വേണ്ടിയുള്ള 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ആദ്യ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തേൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. ആ റൂമിൽ ആരുമില്ല, നിങ്ങൾ ഒറ്റക്കാണ് മുസല്ലിയിൽ. ആ മുസല്ലയിൽ തന്നെ ഇരുന്നു. പ്രധാനം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊക്കെ സാവകാശവും സമാധാനവും ചെയ്യാൻ വേണ്ടിയൊക്കെ നേരത്തെ തുടങ്ങണം, ഹറിബറിയായിട്ടല്ലാതെ. ആ മുസല്ലയിൽ ഇരുന്നിട്ട് ആയത്തുൽ കുർസി ഓതുക. ആദ്യം ആയത്തുൽ കുർസി ഓതിയ യാത്രയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അത് കഴിഞ്ഞിട്ട് ലീലാഫി ഖുറൈശിൻ എന്ന സൂറത്ത് ഓതുക. എന്നാൽ ഭക്ഷണവും വെള്ളവും ഒന്നും പിടിക്കാത്ത പ്രശ്നമുണ്ടാവില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അത് കഴിഞ്ഞ് ആ മുസല്ലയിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങളെ റബ്ബിനോട് നിങ്ങളൊന്ന് മനമൊരുക്കി ദുആ ചെയ്യുക. നിങ്ങളുടെ ഭാഷയിൽ, അല്ലാഹുവേ നീ വിളിച്ചിട്ട് ഞാൻ വരികയാണ്. എന്നെ നിനക്കറിയാലോ, ഇൽമ എനിക്കില്ല, അമലും എനിക്കില്ല, യാത്ര ചെയ്ത പരിചയം എനിക്കില്ല, എനിക്കാണെങ്കിൽ ആരോഗ്യമല്ല, നിനക്കറിയാലോ എല്ലാം. രോഗികൾ, കാൽ മുട്ടുവേദന ഉള്ളവർ, ശ്വാസം മുട്ടുള്ളവർ, പല രോഗികളും ഉണ്ടാവും. ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ രണ്ട് വിഷമാണ് യാത്ര പുറപ്പെടുമ്പോൾ ഉണ്ടാകുക. ഒന്ന് അറിവില്ലായ്മ. അറിവില്ലായ്മ എന്ന ടെൻഷൻ ആർക്കും വേണ്ട. കാരണം പഠിക്കാനൊന്നുമില്ല, പറയാനും ഒന്നുമില്ല, പ്രവൃത്തി മാത്രമുള്ളൂ. ഉംറയിൽ നിർബന്ധമായി ചൊല്ലേണ്ട ഒരു ദിക്റുമില്ല, ഒരു ദുആയുമില്ല, പ്രവൃത്തി മാത്രം. ആ പ്രവൃത്തി എങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടെ ഒരു ഉസ്താദുണ്ട്. അപ്പം അറിവില്ല എന്നുള്ള പ്രശ്നമല്ല. രണ്ടാമത് രോഗം, മുട്ടുവേദന, ശ്വാസം മുട്ട്, പല അസുഖം ഉണ്ടാവും നിങ്ങൾക്ക്. അതിനെക്കുറിച്ച് നിങ്ങൾ ഇന്ന് മുതൽ ഒരു ടെൻഷനും ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒറ്റക്കല്ല പുറപ്പെടുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് കാലെടുത്ത് വെക്കുമ്പോൾ ഒരാള് നിങ്ങളുടെ കൂടെ പോരുന്നുണ്ട്. ആ ആള് നിങ്ങളുടെ കൈ പിടിക്കും. അതാരാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. നിങ്ങളെ കഅബയിലേക്ക് ക്ഷണിച്ച, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ പരിപാലിച്ച, നിങ്ങളെ വളർത്തിയെടുത്ത, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്ന,
ഒരു ടെസ്റ്റിലും കണ്ടെത്താൻ കഴിയാത്ത എന്ത് രോഗം നിങ്ങൾക്കുണ്ടെങ്കിലും അതൊക്കെ അറിയുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ കൂടെയുണ്ട്. ഒറ്റക്കല്ല നിങ്ങൾ പുറപ്പെടണം. കൂടെ ആരുണ്ട്? ഒന്ന് ഉറക്കനെ പറയും. ആരുണ്ട്? മനസ്സെന്ന് പറയും. ആരുണ്ട്? അല്ലാഹ് എന്ന് പറഞ്ഞേ. ഏറ്റവും വലിയ ദിക്ർ അതാണ്, അല്ലാഹ് അല്ലാഹ്. ഏറ്റവും വലിയ ദിക്ർ ഏതാണ്? അല്ലാഹ്. ഉംറയിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട ഒന്നാമത്തെ ഗുണം, എൻ്റെ കൈ പിടിക്കാൻ ആരുണ്ട്? അല്ലെങ്കിലും വേറെ ആരും ഉണ്ടാവില്ല. കൈ പിടിക്കാൻ എപ്പോഴും ആരേ ഉണ്ടാകുള്ളൂ? എല്ലാവരും ഒരു ദിവസം നമ്മളെ കൈയൊഴിയും. എല്ലാവരും കൈയൊഴിയും. കൂടെ നിൽക്കാൻ ആരേ ഉണ്ടാകുള്ളൂ? ആരൊക്കെ നിങ്ങളോട് കരാർ ചെയ്തിട്ടുണ്ടോ ഞാൻ ഉണ്ടാകുമെന്ന്, അവരെല്ലാവരും നിങ്ങളെ കൈയൊഴിയും. നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരാളെ ഉണ്ടാകുള്ളൂ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതാ കേൾക്കുന്നു നബിയെ കുതിരയുടെ കുളമ്പടികൾ. അതാ കേൾക്കുന്നു നബിയെ കുതിരയുടെ കുളമ്പടികൾ. അവരെങ്ങാനും ഒന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണും. ഞാൻ മരിക്കാൻ തയ്യാറാണ് നബിയെ, അങ്ങ് മരിച്ചാൽ ഈ ലോകത്ത് ദീന് കാക്കാൻ ആരുണ്ട് നബിയെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിതുമ്പിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. വിശുദ്ധ ഖുർആൻ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സിദ്ദീഖേ, നീ ദുഃഖിക്കണ്ട, നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ കൂടെ ആരുണ്ട്? അല്ലാഹു ഉണ്ട്. നിങ്ങളെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ കുത്തിവെക്കണം. എൻ്റെ സഹോദരിയോടും സഹോദരനോടും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ മനസ്സിലെപ്പോഴും ഓർക്കണേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഒരിക്കലും നീ ദുഃഖിക്കണ്ട, അല്ലാഹു നിന്റെ കൂടെയുണ്ട്. ആരെല്ലാം നിന്നെ കൈയൊഴിഞ്ഞാലും, ആരെല്ലാം നിന്നെ വേണ്ട എന്ന് വെച്ചാലും ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ട്, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അതങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അവിടെ ചിലന്തി അങ്ങോട്ട് വന്ന് വില കെട്ടിയത്. പ്രാവ് വന്ന് മുട്ടയിട്ടടയിരുന്നത്. മക്കയിൽ ചെന്ന് അതാ കാണുന്നു ജബൽ സൗർ, അതാ കാണുന്നു സൗർ ഗുഹ എന്ന് നിങ്ങളുടെ ഉസ്താദ് ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ജീവിതത്തിൽ എന്ത് പ്രയാസം നമുക്കുണ്ടായാലും, എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും മുന്നോട്ട് നയിക്കണം. എൻ്റെ കൂടെ ആരുണ്ട്? ആരുണ്ട്? അല്ലാഹു. ഉംറയിൽ നേടിയെടുക്കേണ്ട ഒന്നാമത്തെ ഗുണം അതാണ്, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അതുകൊണ്ടാണ് സഹോദര സഹോദരി, നിന്റെ റബ്ബ് നിന്നെ കഅബയിലേക്ക് ക്ഷണിച്ചത്. നിന്റെ റബ്ബിന് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കഅബയിലേക്ക് നിന്നെ വിളിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് വിളിച്ചതെന്നറിയുമോ? നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അതെല്ലാം തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. നിനക്കിനി കുറഞ്ഞ ആയുസ്സല്ലേയുള്ളൂ, അതുകൊണ്ട് 1,00,000 പ്രതിഫലമുള്ള സ്ഥലത്തേക്കാണ് വിളിക്കുന്നത്. നീ എൻ്റെ അടുത്തേക്ക് വാ, എൻ്റെ കഅബയിലേക്ക് വാ. ആ കഅബയുടെ അടുത്തിരുന്നു കൊണ്ട് നീ ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് 1,00,000 പ്രതിഫലമുണ്ട്. ഒരു ദിർഹം, ഒരു നാണയം നീ സദഖ ചെയ്താൽ 1,00,000 അതിന് പ്രതിഫലമുണ്ട്. ഒരു യാസീൻ നീ അവിടെ ഇരുന്നു കൊണ്ടോതിയാൽ 1,00,000 യാസീന്റെ പ്രതിഫലമുണ്ട്. ഒരു റക്അത്ത് നീ അവിടെ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ 1,00,000 ചുരുങ്ങിയതാണ്, കൂടിയാൽ അതിലധികമാണ്. അതുകൊണ്ട് കുറഞ്ഞ ആയുസ്സല്ലേ നിനക്കുള്ളൂ, അതിനിടയിൽ 1,00,000 ചുരുങ്ങിയ പ്രതിഫലമുള്ള സ്ഥലത്തേക്കാണ് നിന്നെ ഞാൻ മാടി വിളിക്കുന്നത്. നീ ഇങ്ങോട്ട് വാ. നീ ഇവിടെ നിന്നുകൊണ്ട് കുറച്ച് ദിവസം അമൽ ചെയ്താൽ കോടിക്കണക്കിന് നന്മകൾ നിനക്ക് ഞാൻ തരാം. അതുമാത്രമല്ല, നിന്റെ മുമ്പിൽ നിൽക്കുന്ന കഅബാലയം ഏതാണ്? അത് 1,400,000 സഹാബത്ത് കെട്ടിപ്പിടിച്ചതാണ്. 1,400,000 അമ്പിയാക്കൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ കഅബാലയമാണത്.
ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നോളമുള്ള ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ കഅബാലയമാണത്. അതുകൊണ്ട് നീ എന്ത് ചോദിച്ചാലും ഞാൻ നൽകാൻ തയ്യാറാണ്, നീ എൻ്റെ കഅബയുടെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ കത്തയച്ചുകൊണ്ട് അള്ളാഹു ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? നിന്നോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ്. ചോദിച്ചതെല്ലാം തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അത് തരാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. നമ്മളെ വീട്ടിലേക്കൊരു ഗസ്റ്റ്, ഒരു ചീഫ് ഗസ്റ്റ് നമ്മളെ വീട്ടിൽ വന്നാലേ ആ ആൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്തി വിടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ ആണ് നിങ്ങളും ഇപ്പോൾ പോണത്. ളുയൂഫുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ വിരുന്നുകാരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ അള്ളാഹു വിരുന്ന് കൂട്ടാൻ വേണ്ടി, വിരുന്ന് സൽക്കാരം നടത്താൻ വേണ്ടി കഅബയിലേക്ക് വിളിച്ചിരിക്കണം. അള്ളാഹു നിങ്ങൾക്കൊരു വിരുന്നൊരുക്കിയിരിക്കുന്നു. ആ വിരുന്ന് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മുഴുവനും തരാൻ. ഈ ലോകത്ത് ഏത് VIP-ക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ട് വിരുന്ന് നടത്തിയാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും തരാൻ കഴിയില്ല. ചോദിച്ചത് മുഴുവൻ തരാൻ കഴിയുന്ന ഒരാള് നിങ്ങളെ വിരുന്നിന് വിളിച്ചിരിക്കുന്നു, അത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന്റെ വിരുന്ന് സൽക്കാരത്തിന് വേണ്ടി കഅബയിലേക്ക് ക്ഷണിച്ചതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവനും ചോദിക്കാം, എല്ലാം തരും, സംശയമല്ല. തരുമോ കിട്ടുമോ നിങ്ങൾ എന്ത് ചെയ്യരുത്, സംശയിക്കരുത്, ഉറപ്പിക്കണം. കാരണം ആരടുത്തേക്ക് അങ്ങ് പോണത്? ഒന്ന് ഉറക്കനെ പറയും, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ആരൊക്കെ പോണ്? ആ റബ്ബ് കാരുണ്യവാനാണ്. എങ്ങനത്തെ കാരുണ്യാണ് നിങ്ങളോടെന്നറിയോ? യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പൊ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഉറങ്ങി മരുഭൂമിയിൽ വിശ്രമിക്കാണ്. ഒരുപാട് അടിമകളും സ്ത്രീകളും കുട്ടികളൊക്കെ അടിമകളായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ മരുഭൂമിയിൽ ഉറങ്ങുകയാണ്. റസൂലുള്ളാഹി ഉറങ്ങിയിട്ടില്ല. അപ്പോഴാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ ഓടി നടക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി ഉറങ്ങാത്തത് കൊണ്ട് ഒരാളും ഉറങ്ങിയിട്ടില്ല. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ആ സ്ത്രീ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് ആ സ്ത്രീ ഓടി നടക്കുന്നത്? പോയി നോക്കാം. കരയുന്നുണ്ട്, വല്ലാതെ കരയുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, മുല കൊടുക്കുന്ന അതിൻ്റെ കുട്ടിയെ കാണാനല്ല, കുട്ടിയെ കാണാത്തത് കൊണ്ടുള്ള വിഷമം കൊണ്ടാണ് ആ പെൺകുട്ടി ഓടി നടക്കുന്ന നബിയെ. അള്ളാഹുവിന്റെ റസൂലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നോക്കി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ആ കുട്ടിയെ കണ്ടെടുത്തു. കുട്ടിയെ കണ്ടുമുട്ടി. കുട്ടിയെ കണ്ടതോടുകൂടി ആ ഉമ്മ കുട്ടിയെ വാരിയെടുക്കുകയാണ്. വാരിയെടുത്തുകൊണ്ട് ഒഴിഞ്ഞിരുന്ന് തൻ്റെ കുഞ്ഞിന് സ്നേഹത്തോടെ മുലയൂട്ടുന്നു. തുരുതുരാ കുട്ടിയെ ചുംബിക്കുന്നു. കുട്ടിയുടെ നെറ്റിയിൽ ചുംബിക്കുകയും കുട്ടിക്ക് മുല കൊടുക്കുകയും ചെയ്യുന്ന ആ ഉമ്മാന്റെ സ്നേഹം കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമരിൽ തട്ടി അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, സിദ്ദീഖേ, ആ ഉമ്മ ആ കുട്ടിയെ കൊണ്ടുപോയി നരകത്തിലേക്കിടുമോ? ആ ഉമ്മ ആ കുട്ടിനെ കൊണ്ടുപോയിട്ട് തീയിൽ കിടുവോ, നരകത്തിൽ കിടുവോ? സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഇല്ല നബിയെ. എന്നാൽ സിദ്ദീഖേ, ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ളതിനേക്കാൾ സ്നേഹവും വാത്സല്യവും നിങ്ങളുടെ റബ്ബിന് നിങ്ങളോടുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇത് ഞാൻ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ പോകുന്ന ആരിലേക്കാണ്? ഏത് റബ്ബിന്റെ മുമ്പിലേക്കാണ് നിങ്ങൾ ചെല്ലുന്നത്? ഇത്ര വലിയ കാരുണ്യവാനായ ഒരു റബ്ബ് നിങ്ങളെ ക്ഷണിച്ചത് തന്നെ ആ കാരുണ്യം കൊണ്ടാണ്. എന്താണ് ആ കാരുണ്യം? നിങ്ങൾ ചോദിച്ചതൊക്കെ തന്ന്, നിങ്ങളുടെ ദോഷങ്ങളെല്ലാം പുറത്തു തന്ന്, നിങ്ങൾ ചോദിച്ച എല്ലാ ആവശ്യങ്ങളും നിങ്ങൾക്ക് നൽകി സ്വർഗത്തിൻ്റെ അവകാശികളാക്കി നിങ്ങളെ പറഞ്ഞയക്കാൻ അള്ളാഹു നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. നിങ്ങൾ അതിന് തയ്യാറെടുത്ത് പോയാൽ മതി. പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരുക്കങ്ങൾ ആരും മറക്കണ്ട. മനുഷ്യനോട് എങ്ങനെയാണ് നിങ്ങൾ ഇടപെടുന്നത്?
അതുപോലെയാണ് അള്ളാഹു നിങ്ങളോട് ഇടപെടുക. നിങ്ങളെല്ലാവരോടും ദേഷ്യപ്പെട്ടിട്ട് എല്ലാവരോടും ഇങ്ങനെ പരുക്കനായിട്ടാണോ മനുഷ്യനോട് നിങ്ങൾ പെരുമാറുന്നത്? എന്നാൽ അള്ളാഹു നിങ്ങളോട് അങ്ങനെ പെരുമാറുന്നു. അല്ല, നിങ്ങൾ സൃഷ്ടികളോട് നല്ല നിലക്കാണോ പെരുമാറുന്നത്? എന്നാൽ നിങ്ങളെ റബ്ബും നിങ്ങളോട് അങ്ങനെ പെരുമാറും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ സംസ്കാരപ്പായിരിരുന്നു, മുസല്ലയിലിരുന്നു, ആയത്തുൽ കുർസി ഓതി, ഇലാഫി ഖുറൈശിൻ ഓതി, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നിങ്ങൾ റബ്ബിനോടൊന്ന് ദുആ ചെയ്യുക. അള്ളാഹുവേ, ഞാൻ നിൻ്റെ മുമ്പിലേക്കാ വരുന്നു, ആരോഗ്യം എനിക്കില്ല, ഇൽമുമില്ല, അറിവുമില്ല, ഒന്നുമില്ല. നീ വിളിച്ചിട്ടാണ് വരുന്നത്, എനിക്ക് നീ അല്ലാതെ ആരുമില്ല. നീ അല്ലാതെ ഒന്ന് പറഞ്ഞ് പോരാ, ഒന്നും കൂടി പറയും. അത് നിങ്ങൾ അള്ളാഹിനോടൊന്ന് പറഞ്ഞാണി. അള്ളാഹ് നീ അല്ലാതെ എപ്പോഴും നിങ്ങളത് പറയണം. ആരോട്? മനസ്സ് തട്ടി പറയണം. എനിക്കാരല്ലാതെ നിങ്ങൾ എപ്പോഴും പറഞ്ഞ് ശീലിക്കണം. എന്ത്? അള്ളാഹുവേ, നീയല്ലാതെ എനിക്ക്, ഒന്ന് പറഞ്ഞേ, നീയല്ലാതെ എനിക്ക്, നീയല്ലാതെ എനിക്കാരുമില്ല. അത് മനസ്സിനെ ബോധ്യപ്പെടുത്തും വേണം. നീയല്ലാതെ എനിക്ക് ആകെയുള്ളത് എനിക്കാരുള്ളൂ, നീയുള്ളൂ. അതൊരു സത്യമാണ്. അതൊരു അങ്ങനെ നിങ്ങൾ ദുആ ചെയ്തു, മനമൊരുകി നിങ്ങൾ നിസ്കാരപ്പായിരുന്ന് നന്നായി ദുആ ചെയ്തു. എന്നിട്ട് നിങ്ങൾ പറയണം, പടച്ചോനെ, എൻ്റെ വീടും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും എൻ്റെ വാഹനവും എൻ്റെ കച്ചവട സ്ഥലവും എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചു. ഞാൻ നിന്നെ ഏൽപ്പിച്ചു. എൻ്റെ വീടും എൻ്റെ എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചു. ഇനി ഞാൻ പുറപ്പെടുകയാണ്. അതോടുകൂടി നിങ്ങൾ ഫ്രീ ആവും, ഒരു ടെൻഷനും ഇല്ല. ആ നിസ്കാരം കഴിഞ്ഞ് റൂമിൽ നിന്ന് കടന്നാൽ നിങ്ങൾ ആരാവണം? പൂർണ്ണമായും ഫ്രീ ആവണം. കാരണം ഒക്കെ ആരനെ ഏൽപ്പിച്ചു? ആരനെ ഏൽപ്പിച്ചു? പോരാ, അള്ളാനെ ഒന്ന് ഉറക്കനെ പറയും, അള്ളാഹുവിനെ ഏൽപ്പിച്ചു. ഇനി നിങ്ങൾക്കൊരു പേടിയില്ല. പേടി ആരനെ ഏൽപ്പിച്ചു? കുട്ടികളെ ആരെ ഏൽപ്പിച്ചു? വണ്ടി ആരെ ഏൽപ്പിച്ചു? പിന്നെന്തിനാ ഇനി പേടി? അതും എല്ലാം നോക്കാൻ കഴിവുള്ള ഒരാളെയാണ് എന്ത് ചെയ്തിരിക്കണത്? ഏൽപ്പിച്ചിരിക്കണത്. നിങ്ങളെ പൂർണ്ണമായും ഫ്രീ ആയി. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇടത്തെ കാല് വെച്ചാണ് ഇറങ്ങേണ്ടത്. എല്ലാവരോടും യാത്ര പറയാം. യാത്ര ചോദിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ച് ഇറങ്ങുക. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഏത് കാലാ വെക്കേണ്ടത്? ഇടത്തെ കാല് വെച്ച് നിങ്ങൾ പറയുക, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഒന്ന് പറഞ്ഞേ, ലാ ഹൗല വലാ ഖുവത. വാഹനത്തിൽ കയറി ഇരുന്നതിന് ശേഷം ചെല്ലേണ്ട ദുആ നിങ്ങളുടെ ഗൈഡ് ഉണ്ട്, പുസ്തകം, അതിൽ നോക്കിയിട്ട് ചെല്ലാം. നേരെ നിങ്ങൾ എയർപോർട്ടിലേക്ക് എത്തും. എയർപോർട്ടിലെത്തി നിങ്ങളുടെ യാത്രാരേഖകളെല്ലാം നിങ്ങൾ കൈമാറി എയർപോർട്ടിൻ്റെ അകത്ത് ചെന്നാൽ നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇഹ്റാം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും. ഇപ്പം വീട്ടിൽ നിന്ന് നിങ്ങൾ യാത്രയുടെ സുന്നത്താണ് നിസ്കരിച്ചത്, ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി മാത്രം വീട്ടിൽ നിന്ന് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആണുങ്ങൾ അവരെ ഹാൻഡ് ബാഗിൽ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് കരുതണം. സ്ത്രീകൾക്ക് ആവശ്യമില്ല, വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. അവിടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഉളു എടുക്കുക. ഉളു എടുത്തതിന് ശേഷം ആണുങ്ങൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് മാറ്റുക. ഇഹ്റാമിൻ്റെ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇനി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. നിയ്യത്ത് ചെയ്യേണ്ടത്, ഇഹ്റാമിന് വേണ്ടിയുള്ള 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ്. വീട്ടിൽ നിന്ന് ഏതിനു വേണ്ടിയാണ് നിസ്കരിച്ച്? യാത്രക്ക്. ഇപ്പൊ എന്താ നിസ്കരിക്കണം? ഇഹ്റാമിന് വേണ്ടിയുള്ള 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ആദ്യ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്. അത് എല്ലാവരും നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഉസ്താദ് നിങ്ങൾക്ക് നിയ്യത്ത് പറഞ്ഞു തരും. അറബിലും മലയാളത്തിലും ഉസ്താദ് കൂടെ ഉണ്ടാവും, നിങ്ങൾക്ക് പറഞ്ഞു തരും. നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി ഒരു ഉംറ നിർവഹിക്കാൻ ഞാൻ കരുതി എന്ന് നിങ്ങൾ മനസ്സിൽ കരുതലാണ് ഫറള്, പറയൽ സുന്നത്താണ്. അങ്ങനെ മനസ്സിൽ കരുതുന്നതിനോടുകൂടി നിങ്ങൾ ഇഹ്റാമിലായി.
ഏതുപോലെ? നിസ്കാരത്തിൽ തക്ബീർ കെട്ടിയതുപോലെ. നിസ്കാരത്തിലെ ആദ്യത്തെ തക്ബീറിന്റെ പേര് തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ്. എന്താ അതിനാ പേര് കിട്ടിയത്? മുമ്പ് ഹലാലായതെല്ലാം ഇപ്പം എന്തായി? ഹറാമായി. എന്നതുപോലെ ഈ ഇഹ്റാം ഈ നിയ്യത്ത് ചെയ്യുന്നതിനോടുകൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇനി ഹറാമാണ്. പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് തല മറക്കാൻ പാടില്ല, തുന്നപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ബനിയൻ, ഷഡ്ഡി, കാലിൽ സോക്സ്, അതൊന്നും ആർക്ക് പാടില്ല? തുന്നപ്പെട്ട ചുറ്റിത്തുന്നിയ വസ്ത്രം എന്ന് പറഞ്ഞ് ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങളൊന്നും പാടില്ല. ആർക്ക്? ആണുങ്ങൾക്ക്. തല മറക്കാനും പാടില്ല. സ്ത്രീകൾക്ക് ഇനി മുഖം മറക്കാൻ പാടില്ല, കയ്യിൽ കയ്യുറ ധരിക്കാനും പാടില്ല. കൈ ഇങ്ങനെ പർദ്ദന്റെ കീസിലേക്ക് ഇടാം, അതിനൊന്നും കുഴപ്പമില്ല, അതൊന്നും മറക്കലല്ല. കയ്യിൽ ഏത് ധരിക്കാൻ പാടില്ല? ഉറ ധരിക്കാൻ പാടില്ല. മുഖം മറക്കാനും പാടില്ല. പിന്നെ സുഗന്ധം ഉപയോഗിക്കാൻ ആർക്കും പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ നഖം മുടിയൊന്നും പറിച്ചിടരുത്. സ്വമേധയാ നമ്മളിപ്പോൾ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ നമ്മൾ ചാരി ഇങ്ങനെ ഇരുന്നു മുടി അതൊന്നും കുഴപ്പമില്ല. സ്വന്തം എന്ത് ചെയ്യരുത്? പറിച്ചിടരുത് കേട്ടോ. പിന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ഇഹ്റാമിലായാൽ 3 കാര്യം നമുക്ക് സുന്നത്തുണ്ട്. 1 തെൽബിയത്താണ്, 2 സ്വലാത്താണ്, 3 ദുആയാണ്. തെൽബിയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഓരോ തെൽബിയത്ത് ചൊല്ലിയാലും 3 തെൽബിയത്ത് ചൊല്ലിയാൽ ഒരു ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലലാണ് സുന്നത്ത്. ഏത് സ്വലാത്തും ചൊല്ല, ഇബ്രാഹിമി സ്വലാത്താണ് നല്ലത്. അത് കഴിഞ്ഞാൽ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സഖ്തിക വന്നാർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും ദുആ ചെയ്യുക, തെൽബിയത്ത് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ദുആ ചെയ്യുക. ഇങ്ങനെ ഇതും ചൊല്ലി നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ ഇരുന്ന് കൊണ്ട് അങ്ങനെ തെൽബിയത്തും സ്വലാത്തും ദുആയായിട്ട് പോവുക. ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി നമ്മുടെ എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം അവിടെ കാത്തു നിൽപ്പുണ്ടാവും. ആ വാഹനത്തിൽ കയറി നമ്മൾ നേരെ മക്കയിൽ നമ്മുടെ താമസ സ്ഥലത്തേക്കാണ് പോകുന്നത്, ലോഡ്ജിലേക്കാണ്. ലോഡ്ജിലെത്തി നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ റൂമിൽ പോയി ഉളുടുക്കുക. റൂമിൽ നിന്നാണ് ഉളുടുക്കുക എല്ലാവരും. അങ്ങനെ റൂമിൽ നിന്ന് എല്ലാവരും ഉളൂ ചെയ്യുക, പരിപൂർണമായ ഉളൂ ചെയ്യുക. എല്ലാ സുന്നത്തുകളും പാലിച്ച് പരിപൂർണമായ ഒരു ഉളൂ ചെയ്യുക. അങ്ങനെ ഉളൂ ചെയ്തതിന് ശേഷം എല്ലാവരും നേരെ ഹറമിലേക്ക് പുറപ്പെടും. 2ാമത്തെ ഫറള് നിർവഹിക്കാൻ. 1ാമത്തെ ഫറള് നാട്ടിൽ വെച്ച് നിർവഹിച്ചു, അത് ഇഹ്റാമാണ്. 2ാമത്തെ ഫറള് തവാഫാണ്. നേരെ നമ്മൾ ഹറമിലേക്ക് പുറപ്പെടും. ഹറമിലേക്ക് പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന ഉസ്താദ് ചൊല്ലിത്തരും. അത് ചൊല്ലി എല്ലാവരും മസ്ജിദുൽ ഹറാമിലേക്ക് കയറും. നേരെ നമ്മൾ മത്താഫിൽ പോയി നിന്ന് കഅബാലയം തടവൊന്നും കൂടാതെ കണ്ണുകൊണ്ട് നോക്കി കാണും. ജീവിതത്തിലെ ഏറ്റവും ആനന്ദമുള്ള ഒരു സമയമാണത്, ഏറ്റവും സന്തോഷമുള്ളൊരു സമയമാണത്. കഅബയെ നമ്മളൊന്ന് കാണുക എന്നുള്ളത് ഈ ലോകത്ത് കണ്ടാലും കണ്ടാലും മതി തീരാത്ത ഒന്നാണ് വിശുദ്ധമായ കഅബാലയം. ആ കഅബാലയം 2 കണ്ണുകൊണ്ട് നമ്മൾ നോക്കിക്കാണും. ആ സമയത്ത് എന്ത് ചോദിച്ചാലും ദുആക്ക് ഉത്തരം കിട്ടുന്ന 1ാമത്തെ സമയമാണത്. അപ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്, ആ പ്രാർത്ഥന ഉസ്താദ് ചൊല്ലിത്തരും. അങ്ങനെ നിങ്ങൾ കണ്ണുനീർ തുള്ളികൾ സാക്ഷി നിർത്തി അള്ളാഹുവിന് ശുക്ർ ചെയ്ത് കഅബയുടെ മുമ്പിൽ എത്തിച്ച അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ദുആ ആരംഭിച്ചു. ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു. എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നൊരു സമയമാണത്. അങ്ങനെ ദുആ ചെയ്ത് നിങ്ങൾ 2ാമത്തെ ഫറള് ചെയ്യാൻ പോവുകയാണ്. 2ാമത്തെ ഫറള് ചെയ്യാൻ പോകുമ്പോൾ തവാഫ് ചെയ്യാൻ പോവുകയാണ്. തവാഫിന് നിങ്ങൾ നിയ്യത്ത് ചെയ്യാം. ഉംറയുടെ ഫറളായ തവാഫ് ഞാൻ നിർവഹിക്കുന്നു, നിയ്യത്ത് ചെയ്തു. അത് ഉംറയിൽ പെട്ടതായതുകൊണ്ട് നിർബന്ധമല്ലെങ്കിലും നിയ്യത്ത് ചെയ്യൽ നല്ലതാണ്. അങ്ങനെ നിയ്യത്ത് ചെയ്ത് നമ്മൾ തവാഫ് തുടങ്ങുമ്പോൾ ആദ്യമായി പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണത്? പൂർണ്ണമായും ഉളുണ്ട് എന്ന് എല്ലാവർക്കും ഉറപ്പ് വരുത്തണം. ഉളു എല്ലാവരും റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അത് നിർബന്ധമാണ്. ഉംറയുടെയും ഹജ്ജിന്റെയും അമലുകളിൽ ഉളു നിർബന്ധമുള്ള ഒറ്റ അമലേയുള്ളൂ, അത് തവാഫാണ്. ഉളു നിർബന്ധമുള്ള ഒറ്റ അമലുള്ളൂ, അതേതാണ്? തവാഫ്. അപ്പൊ ഉളു ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. 2 ഔറത്ത് മറച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പൊ സ്ത്രീകളാണൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്
അവരുടെ ഒരു മുടിയുടെ അല്പമോ പുറത്ത് കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഒരു മുടിയുടെ അല്പമോ പുറത്ത് കണ്ടാൽ തവാഫ് ബാത്തിലാണ്. പിന്നെ മുൻകൈയിൻ്റെ താഴോട്ട് പർദ്ദ ഇറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. മുൻകൈ പുറത്ത് കാണിക്കണം, പക്ഷെ മുൻകൈയിൻ്റെ താഴോട്ട് ഔറത്താണ്. മുഖം ശ്രദ്ധിക്കേണ്ടത് ഈ താടിയെല്ലിൻ്റെ അറ്റം വരെയാണ് മുഖത്തിൻ്റെ അതിർത്തി. ഈ അതിർത്തിയിൽ നിന്ന് താഴോട്ടിറങ്ങാൻ പാടില്ല. ഇതാണ് മുഖത്തിൻ്റെ അതിർത്തി. ഇവിടം വരെ തുറന്നിടണം ഇങ്ങനെ. പക്ഷെ ഈ താടിയെല്ലിൻ്റെ താഴെ ഉണ്ടല്ലോ ഈ ഭാഗം കാണാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ശരിക്കും എന്ത് ചെയ്യണം? താടിയെല്ലിൻ്റെ താഴെ കാണാതെ ശ്രദ്ധിക്കണം. ഔറത്ത് പൂർണ്ണമായും മറക്കണം. പുരുഷന്മാർ മുട്ടുപുക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം മറക്കണം. വയറൊക്കെ ഉള്ള ആളുകൾ പുക്കൾ മറച്ചിട്ടുണ്ട്, പുക്കളിൻ്റെ താഴോട്ട് തുണി ഇറങ്ങിയിട്ടില്ല എന്നെന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. ഔറത്ത് മറക്കണം. പിന്നെ പൂർണ്ണമായും കഅബ ഇടത് ഭാഗത്താവണം തവാഫ് തുടങ്ങി അവസാനിക്കുന്നത് വരെ. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഔറത്ത് മറച്ചിരിക്കണം, വുളു ഉണ്ടാവണം. കഅബ പൂർണ്ണമായി ഏത് ഭാഗത്താവണം? ഇടത് ഭാഗത്താവണം. അപ്പം ഹജറുൽ അസ്വദ് കൊണ്ടാണ് തുടങ്ങേണ്ടത്. നമ്മൾ കഅബയുടെ ഏത് ഭാഗത്ത് പോയി ഇറങ്ങിയാലും ഫ്രീ ആയി നടന്ന് നമ്മൾ എവിടെ എത്തണം? ഹജറുൽ അസ്വദിന്റെ മൂലയിലെത്തണം. ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങി അവിടെ തന്നെയാണ് അവസാനിക്കേണ്ടത്. ഹജറുൽ അസ്വദ് കൊണ്ടാണ് തുടങ്ങേണ്ടത്. പിന്നെ പൂർണ്ണമായും തവാഫ് തുടങ്ങി കഴിയുന്നത് വരെ കഅബ ഏത് ഭാഗത്താവണം? ഇടത് ഭാഗത്താവണം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്. പിന്നെ അവിടെ ഹിജർ ഇസ്മായിലിൻ്റെ ഒരു ചെറിയൊരു കെട്ടുണ്ട് അവിടെ. അപ്പം അതിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് കൈ അതുമക്കൂടി ഇങ്ങനെ എന്ത് ചെയ്യരുത്? വെക്കരുത്. കാരണം അത് കഅബയുടെ ഉള്ളാണ്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ കൈ വെച്ച് ഇങ്ങനെ നടന്ന നമ്മുടെ ഈ കൈയിൻ്റെ കുറച്ച് ഭാഗം എവിടെയായി പോകും? കഅബൻ്റെ ഉള്ളിലാണ്. പൂർണ്ണമായും കഅബയുടെ പുറത്താവണം നമ്മൾ തവാഫ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പം അതിൻ്റെ മുകളിൽ കൂടി കൈ വെച്ചുകൊണ്ട് നടക്കരുത്. പൂർണ്ണമായും കഅബ ഇടത് ഭാഗത്താവാൻ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ തവാഫ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കഅബയുടെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാലാണ് തവാഫ് കറക്റ്റ് ആവുക. കഅബയ്ക്ക് എത്ര മൂലയാണുള്ളത്? ഒന്നാമത്തെ ഒന്ന് പറഞ്ഞേ, ഹജറുൽ അസ്വദിന്റെ മൂല. രണ്ടാമത്തിന്റെ പേരെന്താണ്? ഇറാഖ്, റുക്കുനുൽ ഇറാഖ്. പിന്നെ മൂന്നാമത്തത് റുക്കുനുൽ ഷാം. ഒന്ന് പറയും. ഷാം. നാലാമത്തത് റുക്കുനുൽ യമാനി, റുക്കുനുൽ യമന്റെ ഭാഗത്തേക്ക്. അപ്പം 4 മൂലയാണ്. ഒന്ന് റുക്കുനുൽ ഹജർ, ഇത് റുക്കുനുൽ ഇറാഖ്, ഇത് റുക്കുനുൽ ഷാം, ഇത് റുക്കുനുൽ യമാനി. അല്ലേ? ഈ 4 മൂലകളിൽ ശ്രേഷ്ഠത ഉള്ളത് ഈ 2 മൂലകൾക്ക് മാത്രമാണ്. ഒന്നാം സ്ഥാനം ഹജറുൽ അസ്വദിന്റെ മൂലക്കാണ്. രണ്ടാം സ്ഥാനം റുക്കുനുൽ യമാനി. ഈ റുക്കുനുൽ ഹജറിന്റെ ശ്രേഷ്ഠത ഇവിടെ നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത്, ഇവിടെയാണ് അവസാനിപ്പിക്കേണ്ടത്. മാത്രമല്ല സാധിക്കുമെങ്കിൽ ഇവിടെ നെറ്റിത്തടം വക്കലും ചുംബിക്കലും സുന്നത്താണ്. ഹജറുൽ അസ്വദിനെ സാധിക്കുമെങ്കിൽ ഹജറുൽ അസ്വദിനെ നെറ്റിത്തടം വക്കലും ചുംബിക്കലും സുന്നത്താണ്. അതിന് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ കൈകൊണ്ട് ഹജറുൽ അസ്വദിനെ ഒന്ന് തൊട്ടുമുത്തൽ സുന്നത്താണ്. അതിനും നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ദൂരെ നിന്ന് ആംഗ്യം കാണിച്ച് മുത്തൽ സുന്നത്താണ്. ഈ മൂല റുക്കുനുൽ യമാനി എന്ന് പറയുന്ന ഈ മൂല സാധിച്ചാലും ചുംബിക്കൽ സുന്നത്തില്ല. സാധിക്കുമെങ്കിൽ തൊട്ടുമുത്തൽ സുന്നത്താണ്. ഏതാ സുന്നത്ത്? തൊട്ടുമുത്തൽ സുന്നത്താണ് റുക്കുനുൽ യമാനി. അപ്പൊ 4 മൂലകളാണുള്ളത്. അതിൽ ഹജറുൽ അസ്വദ് കൊണ്ടാണ് നമ്മൾ തവാഫ് തുടങ്ങേണ്ടത്. തവാഫ് തുടങ്ങുമ്പോൾ പൂർണ്ണമായും കഅബ ഏത് ഭാഗത്താവണം? എന്നുറക്കനെ പറയും. ഇടത് ഭാഗത്താവണം. അപ്പൊ നമ്മളിപ്പോൾ കുറെ വിട്ട് നിന്ന് ഹജറുൽ അസ്വദിന്റെ മൂലതാണ്. ഇങ്ങനെ ഇവിടുന്ന് നിന്നാൽ പോരാ, ഇതിന്റെ ബാക്കിൽ തന്നെ നിൽക്കണം. ഇങ്ങനെ ഇവിടെ നിന്നു. ഇവിടെ എത്തിയിട്ട് നമ്മൾ തവാഫ് തുടങ്ങുകയാണ്. തവാഫ് തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ നിന്ന് പറയണ്ട, ഇങ്ങനെ തന്നെ നിന്നാൽ മതി. കാരണം നല്ല തിരക്കായിരിക്കും. ഇങ്ങനെ തന്നെ നിന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എങ്ങനെ കാണിക്കാമെന്ന് പറഞ്ഞ ബിസ്മില്ലാഹി കൈ താത്തില്ല ഒന്ന് പറഞ്ഞാണ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇപ്പൊ നിങ്ങളെ ഏതിനെ ചുംബിച്ചു? അങ്ങനെ നമ്മൾ ചുംബിച്ചു. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടുണ്ടോ?
കാബനെ ഏത് ഭാഗത്താക്കി? ഇടത് ഭാഗത്താക്കി. ഇതിന് നമ്മൾ തവാഫ് തുടങ്ങല്ലേ, നമ്മൾ എങ്ങനെയാ പറഞ്ഞതെന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി കൈ താഴ്ത്തുക, എന്നിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇങ്ങനെ തന്നെ നടക്കണം. കാബ ഏത് ഭാഗത്താണ് നോക്കിയേ? ഇടത് ഭാഗത്ത്. ഇങ്ങനെ വന്ന് ഇതാ ഇവിടെ എത്തി. ഇപ്പോൾ ഒരു റൗണ്ടായി, ഒരു തൗഫത്തായി. നിസ്കാരത്തിലെ ഒരു റക്അത്ത് പോലെ. ഇതിന് ഒരു റൗണ്ട്, ഒരു തൗഫത്ത് എന്നാണ് പറയുന്നത്. ഒരു ചുറ്റ്, ഒരു തവാഫായിട്ടില്ല. പിന്നെ എന്താ ആയത്? ഒരു ചുറ്റൽ. ഇങ്ങനത്തെ എത്ര ചുറ്റലാണ് ഒരു തവാഫ് എന്ന് പറയുന്നത്? 7. അപ്പം ഈ രണ്ടാമത്തെ ചുറ്റൽ തുടങ്ങുകയാണ് നമ്മൾ. അപ്പോഴും ഇതേപോലെ തന്നെ പറയും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അപ്പോഴും കഅബ ഏത് ഭാഗത്ത് തന്നെ? ഇടത് ഭാഗത്ത്. ഇങ്ങനെ തന്നെ പോകണം നടന്ന്. ഇങ്ങനെ വന്ന് നമ്മൾ ഇങ്ങനെ വന്ന് ഈ മൂലക്കെത്തി. ഈ മൂലന്റെ പേരൊന്ന് പറഞ്ഞേ. കേട്ടില്ല? ഈ റുക്കുനുൽ യമാനിയുടെ അവിടെ എത്തിയാൽ ഈ ഹജറുൽ അസ്വദിന്റെ അവിടം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സുന്നത്താണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. എവിടം മുതൽ എവിടം വരെ? യമൻ മുതൽ. ഇത് എല്ലാ റൗണ്ടിലും ചെല്ലണം. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിലോ അവിടെ നിങ്ങൾക്ക് ഏത് ദുആയും ചെല്ലാം. ഈ ദുആയും ചെല്ലാം, നിങ്ങൾക്ക് അറിയുന്ന എന്ത് ദുആകളും ചെല്ലാം. നിങ്ങൾക്കൊരു ഗൈഡ് ബുക്ക് തരുന്നുണ്ട്. അതിൽ നല്ല നല്ല ദുആകളാണ്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ക്രോഡീകരിച്ച നല്ല ദുആകളുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതറിയുന്ന ആളുകൾക്ക് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ചെല്ലാം. അതല്ലെങ്കിൽ ഉസ്താദ് ചൊല്ലിത്തരുന്ന ദുആകൾ നിങ്ങൾക്ക് ചെല്ലാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏത് പ്രാർത്ഥനകളും ചെല്ലാം. അങ്ങനെ എത്ര റൗണ്ട് പൂർത്തിയാക്കുക? 7 റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞാൽ തവാഫ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. തവാഫിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. അത് ഇബ്രാഹിം മഖാമിൻ്റെ പിന്നിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടെ, ഇല്ലെങ്കിൽ എവിടെയാണ് മത്താഫിൽ ഒഴിവുള്ളതെങ്കിൽ അവിടെ, ഇല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ എവിടെയാണോ ഒഴിവ് അവിടെ. ആ നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തതിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദും സുന്നത്തുണ്ട്. തവാഫിൽ സുന്നത്തായ കാര്യമാണ് പുരുഷന്മാർക്ക് ഇൽത്തിബാഴ് ധരിക്കുക. ഇൽത്തിബാഴ് എന്ന് പറഞ്ഞാൽ നമ്മളെ വലത്തെ തോള് പുറത്തിടുക, വലത്തെ തോള് പുറത്താക്കുക. അത് സുന്നത്താണ് കേട്ടോ. അതാണ് ഇൽത്തിബാഴ്. പിന്നെ ആദ്യത്തെ 3 റൗണ്ടിൽ റമ്മിൽ നടക്കുക സാധിക്കുമെങ്കിൽ ആ നടത്തം സുന്നത്താണ്. ഇൽത്തിബാ എല്ലാവർക്കും സുന്നത്താണ്, പുരുഷന്മാർക്ക്. അത് തവാഫ് തുടങ്ങുമ്പോഴാണ് ചെയ്യേണ്ടത്. എയർപോർട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ അങ്ങനെ എന്ത് ചെയ്യരുത്? ചിറ്റരുത്. നിങ്ങൾ തവാഫിന് ഇറങ്ങുമ്പോൾ അത് സുന്നത്താണ്. അത് ആ സമയത്ത് നിങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങളുടെ ഈ കീസിൽ പിടിക്കുന്ന വസ്തു, നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ ശരീരം, നിങ്ങൾ പിടിച്ചത്, അതിലൊന്നും നജസുണ്ടാവാൻ പാടില്ല. അപ്പം ചെരുപ്പ് നിങ്ങൾക്ക് കയ്യിൽ പിടിച്ച് തവാഫ് ചെയ്യാം. പക്ഷെ ആ ചെരുപ്പിൽ എന്തുണ്ടാവരുത്? നജസുണ്ടാവരുത്. ചെറിയ കുട്ടിയെ എടുത്ത് തവാഫ് ചെയ്യാം. ആ കുട്ടിയുടെ പമ്പേഴ്സിൽ എന്ത് പാടില്ല? നജസ് പാടില്ല. അപ്പോൾ ശരീരം, വസ്ത്രം നാം ചുമന്നത്, അതിലൊന്നും എന്തുണ്ടാവരുത്? നജസുണ്ടാവരുത്. അപ്പോൾ തവാഫാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഇബാദത്ത്. അതിലാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് കഅബ ഇടതുഭാഗത്ത് നിന്ന് തെറ്റാൻ പാടില്ല. ഇനി അഥവാ തിരക്കിൽപ്പെട്ടു, അങ്ങനെ നിങ്ങൾ കഅബ ഇടഭാഗത്ത് നിന്ന് തെറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പ്രായമുള്ള ആൾ കൈ പിടിച്ചിരുന്നു, അയാളെ കാണാതായിട്ട് നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി, ഒക്കെ സ്വാഭാവികമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും സ്ഥലം ബാക്കിലേക്ക് നടന്ന് കഅബ ഇടത് ഭാഗത്താക്കി നടക്കണം. അതിന് സാധിക്കില്ലെങ്കിൽ ആ റൗണ്ട് ആദ്യം തുടങ്ങണം. ആ റൗണ്ട് എന്ത് ചെയ്യാം? അതേമാതിരി തവാഫിൽ ഒളു നിർബന്ധമായതുകൊണ്ട് ഒളു മുറിഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ മുറിഞ്ഞതെങ്കിൽ ഒളു എടുത്ത് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ബാക്കി എന്ത് ചെയ്താൽ മതി? പൂർത്തിയാക്കിയാൽ മതി. 5ാമത്തെ റൗണ്ടിൽ ഇവിടെ വെച്ച് ഒളു മുറിഞ്ഞു, എന്നാൽ നിങ്ങൾ ഒളു എടുത്ത് വന്ന് ആ ഒളു മുറിഞ്ഞ സ്ഥലത്ത് നിന്ന് ബാക്കി എന്ത് ചെയ്താൽ മതി? പൂർത്തിയാക്കിയാൽ മതി. ആ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ അല്ലെങ്കിൽ ആദ്യം ഇവിടെ തന്നെ തുടങ്ങുക, ഹജറുൽ അസ്വദിന്റെ അവിടെ തന്നെ തുടങ്ങുക.
അങ്ങനെ തവാഫാണ് ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു അമല്. അങ്ങനെ തവാഫ് കഴിഞ്ഞു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ശേഷം നിങ്ങൾ നന്നായി ഒന്ന് ദുആ ചെയ്യുക. ദുആ ചെയ്തതിന് ശേഷം അല്പം സംസം കുടിക്കുക. സംസം കുടിച്ചിട്ട്, നോമ്പാകുമ്പോൾ രാത്രിയാണെങ്കിൽ കഴിയുള്ളൂ, അല്പം സംസം കുടിച്ച് നേരെ നമ്മൾ 3ാമത്തെ ഫറളിലേക്ക് നീങ്ങാം. 3ാമത്തെ ഫറള് സഅയാണ്. 3ാമത്തെ ഫറളിന് വേണ്ടി സഫയുടെ മുകളിലേക്ക് നടന്നുയരുകയാണ്. സഫയുടെ മുകളിലേക്ക് മെല്ലെ മെല്ലെ നടക്കുക. സഫയുടെ മുകളിൽ ചെന്നാൽ കഅബാലയം ഒരു തടവും കൂടാതെ കാണാവുന്നതാണ്. സഫയുടെ മുകളിൽ നിന്ന് വിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കി നിങ്ങൾ അല്ലാഹുവിനോട് മരമുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ കയറി നിൽക്കുന്ന സഫ ഏതാണെന്നറിയുമോ? അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരില്ലാഹ്. സഫയും മർവയും അല്ലാഹുവിന്റെ 2 ചിഹ്നങ്ങളാണ്. സഫയുടെ മുകളിൽ നിന്നുകൊണ്ട് അല്ലാഹുവും റസൂലും തുടങ്ങിയത് കൊണ്ട് ഞാനും തുടങ്ങുകയാണ്. അല്ലാഹു തുടങ്ങിയത് സഫ കൊണ്ടാണ്. ഇന്ന സഫ വൽ മർവ. ആദ്യം പറഞ്ഞത് ഏതാണ്? സഫ. അപ്പൊ നമ്മളും തുടങ്ങുന്നത് എവിടെ തന്നെ ആവണം? അള്ളാഹിന്റെ റസൂല് തുടങ്ങിയതും സഫ കൊണ്ടാണ്. അള്ളാഹുവും റസൂലും തുടങ്ങിയത് കൊണ്ട് ഞാനും തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഫയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് സഅയ് ആരംഭിക്കേണ്ടത്. ആരംഭിക്കുന്നതിന് മുമ്പേ സഫയുടെ മുകളിൽ നിന്നുകൊണ്ട് കഅബാലയത്തിലേക്ക് നോക്കി 2 കൈകളും നന്നായി ഉയർത്തിപ്പിടിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കവാടത്തിലേക്ക്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കവാടത്തിലേക്ക് 2 കൈക്കുമ്പിളുകളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യണം. എന്താണ് കാരണമെന്നറിയുമോ? ഇവിടെ നിന്നുകൊണ്ടാണ് ഹാജർ ദുആ ചെയ്തത്. മരിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജീവന്റെ തുടിപ്പ് നിലനിർത്താൻ ഒരിറ്റു ദാഹജലം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഹാജർ ആദ്യമായി ഓടിക്കയറിയത് സഫയിലേക്കാണ്. സഫയുടെ മുകളിൽ ചെന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു, യാത്രക്കാരായ എന്റെ കുഞ്ഞ് മരിക്കാൻ പോവുകയാണ്, ആരെങ്കിലും ഒരിറ്റു ദാഹജലം തരുമോ? ആരും കേൾക്കാനില്ലായിരുന്നു. ഹാജർ നേരെ ഓടി വിശുദ്ധമായിരിക്കുന്ന 2ാമത്തെ കുന്നായ മറുവയിലേക്ക്. അവിടെ ചെന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു, യാത്രക്കാരാ, എന്റെ കുഞ്ഞ് മരിക്കാൻ പോവുകയാണ്, ആരെങ്കിലും ഉണ്ടോ എന്റെ കുഞ്ഞിന്റെ ജീവന്റെ തുടിപ്പ് നിലനിർത്താൻ ഒരിറ്റു ദാഹജലം തരാൻ? ആരുമില്ല എന്ന് കണ്ടു. 7 പ്രാവശ്യം സഫയുടെയും മറുവയുടെയും ഇടയിൽ 7 പ്രാവശ്യം ഓടുകയും അതിനുശേഷം മരിക്കുന്നതിന് മുമ്പേ തന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി കഅബയുടെ സമീപത്ത് കാലിട്ടടിക്കുന്ന കുട്ടിയുടെ അരികിലേക്കെത്തി. അപ്പോഴാണ് കാലിട്ടടിച്ച ഭാഗത്ത് നിന്നും നീരുറവ കണ്ടത്. കുട്ടി ഒഴുകിപ്പോകുമോ എന്ന് പേടിച്ച് കുട്ടിയെ മറ്റൊരു ഭാഗത്തേക്ക് എടുത്തു കടത്തി. ഹാജർ ഹിബ്രു ഭാഷക്കാരിയായിരുന്നു. ആജ്ഞാശക്തിയോടെ പറഞ്ഞു സംസം എന്ന്. തന്റെ കുഞ്ഞിന് ഒരിറ്റു ദാഹജലം ചോദിച്ചപ്പോൾ അള്ളാഹു കൊടുത്തത് ഖിയാമത്ത് നാൾ വരെ വറ്റാത്ത നീരുറവയായ സംസമാണ്. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ എത്ര പമ്പ് ചെയ്താലും വറ്റാത്ത ഒരു നീരുറവ അള്ളാഹു കൊടുത്തത് ഈ ഹാജറിന് ഈ സഫയുടെ മുകളിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരി, ആ സഫയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഹാജറുകളാവണം. മനമുരുകിക്കൊണ്ട് ചോദിക്കണം. എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. 2 കൈയും ഉയർത്തി കഅബയിലേക്ക് നോക്കി മനസ്സാന്നിധ്യത്തോടെ ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്ത് അവിടെ നിന്ന് സഅയ് ആരംഭിക്കും. സഅയ് ആരംഭിച്ച് നേരെ മറുവയിലേക്ക് നടക്കും. മറുവയിലെത്തിയാൽ 1 തിരിച്ച് വീണ്ടും സഫയിലേക്ക് എത്തിയാൽ 2. അവിടെ ഒരു പച്ച ലൈറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയൊരു സ്ഥലമുണ്ട്. അവിടെ പുരുഷന്മാർക്കൊന്ന് ധൃതിയിൽ നടക്കൽ സുന്നത്താണ്, സ്ത്രീകൾക്കില്ല. സ്ത്രീകൾക്ക് ഓടാൻ പാടില്ല. പുരുഷന്മാർക്ക് ചെറുതായിട്ടൊന്ന് വേഗത കൂട്ടുക, അവിടെ സുന്നത്താണ്. അന്ന് ഹാജർ ആണ് അത് ഓടിയതെങ്കിലും ഇന്ന് അത് ഓടേണ്ടത് ആരാണ്? പുരുഷന്മാർ. സ്ത്രീകൾക്ക് അത് സുന്നത്തില്ല. അങ്ങനെ സഫയും മറുവയും മസ്അയും ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ്. അവിടെ നിങ്ങളുടെ ഗൈഡിൽ
ചൊല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്. നല്ല ദുആകളാണ് നമ്മുടെ കിതാബിലുള്ളത്, ആ ഗൈഡിലുള്ളത്. അതറിയുന്നവർക്ക് നോക്കിയിട്ട് ചെല്ലാം. അറിയാത്ത ആളുകൾക്ക് ഉസ്താദ് ചൊല്ലിത്തരുന്ന ദുആകൾ ചെല്ലാം. അത് രണ്ടുമല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന എന്ത് ദുആകളും ചെല്ലാം. പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് ദുആ ചെയ്യുകയും ചെയ്യാം. എന്ത് ദുആ ചെയ്താലും ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് സഫയും മറുവയും മസ്അയും. അങ്ങനെ 7 പ്രാവശ്യം, 7ാമത്തെ പ്രാവശ്യം മറുവയിൽ പോയി അവസാനിക്കും. അപ്പം 3 ഫറളും കഴിഞ്ഞു. എത്ര ഫറള് കഴിഞ്ഞു? ഇനി ഒരു ഫറളേ ബാക്കിയുള്ളൂ. അത് മുടി മുറിക്കലാണ്. പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമം മുടി മുഴുവനും കളയലാണ്. സ്ത്രീകൾക്ക് മുടി ഒന്നിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ആ ഏറ്റവും താഴ്ഭാഗം ഒന്നിച്ച് അല്പം മുറിക്കലാണ് സുന്നത്ത്. 3 മുടി മുറിക്കലേ ഫറളുള്ളൂ, പെണ്ണായാലും ആണായാലും. പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമം മുടി കളയലാണ്. ഇല്ലെങ്കിൽ 3 മുടിയെങ്കിലും മുറിച്ചിടണം. സ്ത്രീകൾക്ക് ഒന്നിച്ച് മുടി ഒന്നിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഒന്നിച്ച് മുറിക്കലാണ് സുന്നത്ത്. ഇല്ലെങ്കിൽ 3 മുടി ഫറളാണ് മുറിക്കൽ. ഇത് കഴിഞ്ഞാൽ തഹല്ലുലായി, അഥവാ ഉംറയിൽ നിന്ന് നിങ്ങൾ ഒഴിവായി. ഒരു ഉംറ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് നമ്മുടെ കമ്പനി വകയായിട്ട് 3 ഉംറയും കൂടി ഉണ്ടാവും. ഒന്ന് തന്നൈമിൽ നിന്ന്, ഒന്ന് ഹുദൈബിയയിൽ നിന്ന്, ഒന്ന് ജിറാനയിൽ നിന്ന്. അങ്ങനെ 4 ഉംറയാണ് കമ്പനി വകയായി നിങ്ങൾക്ക് ലഭിക്കുക. ശേഷം നിങ്ങൾക്ക് എത്ര ഉംറ ചെയ്യണമെങ്കിലും അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരും. അതിൻ്റെ ചെലവ് നിങ്ങൾ വഹിച്ചാൽ മതി. അല്ലെങ്കിൽ അവിടെ ഫ്രീ ബസ് ഉണ്ട് തന്നൈമിലേക്ക്. ആ സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് തന്നൈമിലേക്ക് പോയി അവിടെ നിന്ന് ഇങ്ങോട്ടും ഫ്രീ ബസ് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തി വേണമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉംറ ചെയ്യാം. അങ്ങനെ മക്കയിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായി ഏറ്റവും ശ്രേഷ്ഠത ഉംറയെ വർദ്ധിപ്പിക്കലാണ്. പിന്നെ ഏറ്റവും ശ്രേഷ്ഠത തവാഫിനെ വർദ്ധിപ്പിക്കലാണ്. പിന്നെ ഏറ്റവും ശ്രേഷ്ഠത അവിടെ നിസ്കരിക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക. അതിന് നിങ്ങൾക്കൊന്നും കഴിയില്ല, മുട്ടുവേദനയാണ്, ശരീരത്തിന് സുഖമല്ല, എന്നാൽ നിങ്ങൾ വെറുതെ കഅബ നോക്കിയിരിക്കുക. തവാഫ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത. പിന്നെ നിസ്കരിക്കുന്നവർക്കാണ്. പിന്നെ കഅബയെ വെറുതെ എങ്ങനെ നോക്കിയിരിക്കാം. 120 റഹ്മത്താണ് ഒരു ദിവസം കഅബയുടെ മുകളിൽ ഇറങ്ങുന്നത്. 60 എണ്ണം തവാഫ് ചെയ്യുന്നവർക്ക്, 40 എണ്ണം നിസ്കരിക്കുന്നവർക്ക്, 20 എണ്ണം വെറുതെ നോക്കിയിരിക്കാം. അപ്പൊ കാലിന്റെ മുട്ടുവേദനയോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ പടച്ചോനെ നിനക്ക് ഇന്നറിയില്ലേ, എൻ്റെ മുട്ടുവേദന കൊണ്ട് എനിക്ക് വയ്യ, പിന്നെ ഈ തിരക്കിൽ എന്നെ കൊണ്ട് കഴിയായിട്ടാണ്, എനിക്ക് കഴിയണത് ഞാനിതാ ചെയ്യുന്നു, എനിക്കാകെ കഴിയാ, നിന്റെ ഈ കഅബ ഇങ്ങനെ നോക്കിയിരിക്കലാണ്. അപ്പോഴും എത്ര റഹ്മത്ത് കിട്ടും? 20 റഹ്മത്ത്. അങ്ങനെ മുഴു സമയവും ഇബാദത്തിലായിട്ട് കഴിച്ചു കൂട്ടുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. പിന്നെ നോമ്പിലായതുകൊണ്ട് നിങ്ങൾക്ക് ഹറമിലാണ് നിങ്ങൾ നോമ്പ് നോൽക്കുന്നത്, ഹറമിലാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്തിരുന്നിട്ടാണ് നിങ്ങൾ നോമ്പ് നോൽക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്തിരുന്നിട്ടാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥലത്തേക്ക് ഇനി പോകാൻ. അതുകൊണ്ട് പൂർണ്ണമായും അള്ളാഹുവിലേക്ക് അടുത്ത് ഒരു സമയവും പാഴാക്കാതെ ശ്രദ്ധിക്കണം. രാത്രി റമളാനിൻ്റെ പകലിനേക്കാൾ വെളിച്ചം രാത്രിക്കാണ്. അതുകൊണ്ട് പകലിനേക്കാൾ തിളക്കമുള്ള രാത്രികളാണ് റമളാൻ. അതുകൊണ്ട് രാത്രി പൂർണ്ണമായും നിങ്ങൾ എവിടെ കഴിച്ചു കൂട്ടുക? ഹറമിൽ കഴിച്ചു കൂട്ടുക. റൂം പകലിൽ വിശ്രമിക്കാനാണ് റൂം. സംസാരം അള്ളാഹുവിനോട് മാത്രം, പടപ്പുകളോട് അത്യാവശ്യത്തിൽ, ആ അത്യാവശ്യം വളരെ അത്യാവശ്യത്തിൽ. ആരോടുള്ള സംസാരം? മനുഷ്യരോട്. കൂടുതൽ സമയം സംസാരം ആരോട്? അള്ളാഹിനോട്. അള്ളാഹുവിനോട് കൂടുതൽ സംസാരിക്കുക, പടപ്പുകളോട് അല്പം മാത്രം, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക.
നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് ഇപ്പം അള്ളാഹു തന്നിട്ടുള്ളത്. ഒരു പക്ഷേ തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാവാം. ഹറമിലെത്തിയാൽ നിങ്ങളെ തീരുമാനിക്കണം. ഇതിന്റെ ജീവിതത്തിലെ ഒന്ന് പറയും പോരാ, പറയും ഇതിന്റെ ജീവിതത്തിലെ അടുത്ത റമദാനിൽ ഞാൻ ഖബറിലാവാം. അടുത്ത റമദാനിൽ അങ്ങനെ ഉറപ്പിച്ചാൽ രാത്രി നിങ്ങൾക്ക് ഉറക്കം വരൂല, പകലും ഉറക്കം വരൂല. കാരണം അടുത്ത റമദാനിക്ക് ഞാൻ പകല് ഉറങ്ങിയാലും ഉറക്കം വരൂല, രാത്രി ഉറങ്ങിയാലും. കാരണം അടുത്ത വർഷം എന്റെ ജീവിതത്തിലെ അടുത്ത റമദാനിൽ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലാണെങ്കിലോ ക്ഷീണല്ല. ഭക്ഷണം തന്നാൽ കഴിക്കാൻ സമയമല്ല, കുറച്ച് മതി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഹറമിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തിരിയുക. നിങ്ങൾ അവനവനിലേക്ക് തിരിയുക. ഹറമിൽ പോയി ഒറ്റയ്ക്കിരിക്കുക, ആരും വേണ്ട, വരാറില്ല. ഒറ്റയ്ക്കിരിക്കുക. ഒറ്റയ്ക്കിരുന്ന് കഅബയിലേക്ക് നോക്കി ഓരോരുത്തരും അവനവനിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കുക. അതിനു വേണ്ടി ആണ് അള്ളാഹ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. അള്ളാഹുവിന് അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഉംറകൾ കഴിഞ്ഞു. ഉംറകൾ അധികരിപ്പിക്കുക, തവാഫ് അധികരിപ്പിക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക. ഒന്നിനും കഴിയില്ല എങ്കിൽ കഅബ നോക്കിയിരിക്കുക. പിന്നെ അവിടെ നിങ്ങൾക്ക് കാണേണ്ട എല്ലാ സ്ഥലങ്ങളും നിങ്ങളെ കൊണ്ടുപോയി കാണിക്കും. ഒരു സ്ഥലവും ബാക്കി വെക്കൂല. ഏതെല്ലാം ചരിത്ര സ്ഥലങ്ങളുണ്ടോ അവിടേക്കൊക്കെ നിങ്ങളെ കൊണ്ടുപോകും. മക്കയിൽ അവിടെ ഒരുപാട് ശ്രേഷ്ഠതകളും പവിത്രതകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉസ്താദ് കൊണ്ടുപോയി നിങ്ങളെ കാണിച്ചു. നിങ്ങളെ ഉസ്താദ് അവിടെ ഉണ്ട്, ഒരാൾ പോകുമ്പോൾ നിങ്ങളുടെ കൂടി ആളുണ്ടാവും. ആ ഗൈഡ് നിങ്ങളെ കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരും, ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരും. അവിടെയാണ് മഖാമു ഇബ്രാഹിം, ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. അവിടെയാണുള്ളത്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത്. റസൂലുള്ളാഹിന്റെ ജന്മം കൊണ്ടും ബാല്യം കൊണ്ടും യുവത്വം കൊണ്ടും കൗമാരം കൊണ്ടും പ്രവാചകത്വം കൊണ്ടും തളിരിട്ട സ്ഥലം മക്കയാണ്. നബുവത്തിന് ശേഷം 13 വർഷത്തെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ കഥ പറയുന്നതും പരിശുദ്ധമായ മക്കയിലാണ്. അവിടെയാണ് റസൂലുള്ളാഹിന്റെ മക്കളുടെ ഉമ്മയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടെയാണുള്ളത്. ആ ജന്നത്തുൽ മഹല്ലയിലാണ് റസൂലുള്ളാഹിന്റെ 2 ആൺകുട്ടികളായ ഖാസിമും അബ്ദുള്ളയും ഉള്ളത്. അവിടെയാണ് പരിശുദ്ധമായ നമ്മുടെ ദീനുൽ ഇസ്ലാമിന് കേരളത്തിന് ദിശാബോധം നൽകിയ മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ കിടന്നുറങ്ങുന്നതും ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിലാണ്. അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൾ അസ്മാ ബീവിയുള്ളത്. അവിടെയാണ് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു ഉള്ളത്. ഒരുപാട് മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മഹല്ലയുണ്ടവിടം. അവിടെയാണ് ആദ്യമായി ഇഖ്റഇന്റെ വചനം കൊണ്ട് ആകാശങ്ങൾക്കപ്പുറത്തു നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ച് പറന്നെത്തിയത്. അവിടെയാണുള്ളത് ജബലുൻ നൂറിന്റെ ഉപരിതലം. അവിടെയാണ് ത്യാഗത്തിന്റെ ഓർമ്മകളുള്ള ഹിജറി കലണ്ടറിന് രൂപം നൽകിയ ഹിജറയുടെ ഓർമ്മയുള്ള ജബൽ സൗറുള്ളതും അവിടെയാണ്. അവിടെയാണ് ഹജ്ജിന്റെ മശായറുകളുള്ളത്. അവിടെയാണ് ഹജ്ജിന്റെ മശായറുകളായ അറഫയുണ്ടവിടം, മിനയുണ്ടവിടം, മുസ്ദലിഫയുണ്ടവിടം. കാണേണ്ട മുഴുവൻ സ്ഥലങ്ങളും, ചരിത്ര പ്രധാനമായ മക്കയിൽ കാണേണ്ട എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ മക്കയിൽ നിന്ന് കാണും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നിങ്ങൾ പുറപ്പെടും ഈ ലോകത്തിലെ 2ാം സ്ഥാനമുള്ള 2ാമത്തെ ഹറമായ മദീനത്തുർ റസൂൽ.
ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം അവിടെയാണുള്ളത്. ആകാശത്തിന് കീഴെ ഭൂമിയുടെ മുകളിൽ ഒരൊറ്റ സ്വർഗമേയുള്ളൂ. അത് മക്കയിൽ എവിടെ തിരഞ്ഞാലും കണ്ടെത്താൻ കഴിയില്ല. മക്കയിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ലോകത്ത് സ്വർഗമുണ്ടെന്ന് പറഞ്ഞത് ഒരേ ഒരു സ്ഥലമാണ്. അത് മദീന മുനവ്വറയാണ്. അത് മദീനത്തുർ റസൂലാണ്. അവിടെയാണ് മാ ബൈന ബൈത്തി വ മിൻബരി റൗളത്തൻ മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് റൗളയാണെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ചെഞ്ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അവിടെയാണ് റൗളയുള്ളത്. ലോകത്തൊരു റൗളയേയുള്ളൂ, അത് മദീനയിലാണ്. 10 വർഷം അള്ളാഹുവിന്റെ റസൂൽ സുജൂദ് ചെയ്തതും ദർസ് നടത്തിയതുമായ ഒരു സ്ഥലമാണത്. അത് റൗളയായി അള്ളാഹു ഉയർത്തുകയാണ്, സ്വർഗത്തോപ്പായി ഉയർത്തുകയാണ്. അവിടെയാണ് റസൂലുള്ളാഹിന്റെ മിമ്പറുള്ളത്. ആ മിമ്പറിന്റെ താഴെയാണ് റസൂലുള്ളാഹിന്റെ ഹൗളുള്ളത്. അതുകൊണ്ട് വിശുദ്ധമായ റൗളയുള്ളത് മദീനയിലാണ്. അവിടേക്ക് നിങ്ങൾ യാത്രയാകും. അവിടെയാണ് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നമ്മുടെ എല്ലാമായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ മദീനയിലേക്ക് പുറപ്പെടും. മദീനയിൽ റസൂലുള്ളാഹിന്റെ റൗളയിൽ കയറി നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കും. ആ തിരുമുറ്റത്താണ് വിശുദ്ധമായ ജന്നത്തുൽ ബഖയ ഉള്ളത്. ആ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്ഥാപിച്ച ഒരു ഖബർസ്ഥാനുണ്ട്. ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്ഥാപിച്ച ഒരു ഖബർസ്ഥാൻ ഒന്നേയുള്ളൂ, അത് ജന്നത്തുൽ ബഖയ ആണ്. ആ ജന്നത്തുൽ ബഖയയിലാണ് 12,000-ഓളം സഹാബത്തുൽ കിറാമുള്ളത്. അവിടെയാണ് റസൂലുള്ളാഹിന്റെ 9 ഭാര്യമാരുള്ളത്. അവിടെയാണ് ഈ ലോകത്തിലെ മുഴുവൻ മുഅ്മിനാത്തുകളായ പെൺകുട്ടികൾക്കും കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ആനയിക്കപ്പെടേണ്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുള്ളത്. അവിടെയാണ് റസൂലുള്ളാഹിന്റെ മുഴുവൻ പെൺമക്കളും ഉള്ളത്. അവിടെയാണ് ഈ സമൂഹത്തിലെ 3-ാം ഖലീഫയായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉള്ളതും ജന്നത്തുൽ ബഖയയിലാണ്. 2 ഖലീഫമാർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ നെഞ്ചോട് തല ചായ്ച്ചുകൊണ്ട് റൗളയിലുണ്ട്. അവിടുത്തെ കാലിന്റെ ചുവട്ടിൽ തല വെച്ചുകൊണ്ട് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. തൊട്ടപ്പുറത്ത് ജന്നത്തുൽ ബഖയയിൽ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു ഇറാഖിലെ നജഫ് പട്ടണത്തിലാണുള്ളത്. അങ്ങനെ മദീനയിൽ കാണേണ്ട സ്ഥലങ്ങളെല്ലാം നിങ്ങൾ സന്ദർശിക്കും. അവിടെയാണ് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച തഖ്വയിൽ പടുത്തുയർത്തപ്പെട്ട പള്ളി എന്ന് പറഞ്ഞ വിശുദ്ധമായ ഖുബാ പള്ളിയുള്ളതും മദീനയിലാണ്. അവിടെയാണ് ഖിബ്ലത്തൈനിയുള്ളത്. അവിടെയാണ് ഉഹദിന്റെ മാമലകളുള്ളത്. അവിടെയാണ് മറക്കാത്ത ഖന്തഖുള്ളത്. അവിടെയാണ് പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങളുള്ളത്. എല്ലാം നിങ്ങൾ സിയാറത്ത് ചെയ്ത് 2 ഹറമുകളിൽ നിന്ന് നേടിയെടുത്ത വിശുദ്ധിയോടുകൂടി നിങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കുടുംബത്തിലേക്ക് എത്തുമ്പോൾ പ്രസവിച്ച ഒരു കുഞ്ഞിൻ്റെ നൈർമല്യത്തോടെ നിങ്ങൾ തിരിച്ചെത്തണം. 2 ഹറമിൽ നിന്ന് നേടിയെടുത്തൊരു പരിശുദ്ധിയുണ്ട്. ആ പരിശുദ്ധി കഫം തുണിയിൽ പൊതിയുന്നതുവരെ കാത്തു സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.